പ്രോഗ്രാമിന് ഒരു ഔദ്യോഗിക തുടക്കം എന്ന നിലയിൽ ഒരു പ്രാർത്ഥനാ ഗാനം ആലപിക്കാൻ സുജിത്ത് കേൾക്കുന്നുണ്ടോ? സുജിത്ത്, യെസ്, കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാർത്ഥനാ ഗാനത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. അപ്പം സുജിത്തിൻ്റെയാണ് ഇത് ആദ്യത്തെ പ്രാർത്ഥനാ ഗാനം. അപ്പോൾ സുജിത്ത് ഒരു പ്രാർത്ഥനാ ഗാനം ആലപിക്കും. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിടും ചന്തമേറുന്ന ദീപമേ. കേഴുവാമാവി നാശവീശുന്ന മോഹന ദിവ്യനാമമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. താങ്ക് യു വൺസ് അഗെയിൻ. ഒരു സ്വാഗതം എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇതൊരു അക്നോളജ്മെന്റ് കൂടിയാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേരുടെ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ശരിക്കും പറഞ്ഞ ഇന്നത്തെ ഇങ്ങനെയൊരു ഗ്രൂപ്പ് നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം നമ്മുടെ സിംഗേഴ്സാണ്. ഒരു ക്രൈസ്തവ ഗായകർ ഒരുമിച്ച് കൂടുമ്പോഴേക്കും ദലീമ ചേച്ചിയെ നമുക്ക് മറന്നുകൊണ്ട് ഒരു പ്രോഗ്രാം നടത്താൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നിയായിരുന്നു. കാരണം ദലീമ ചേച്ചിയുടെ വളരെ സീനിയറായിട്ടുള്ളൊരു പാട്ടുകാരിയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പം നമ്മുടെ ഒരു ജനപ്രതിനിധിയാണ്. ചേച്ചി വളരെ സന്തോഷത്തോടുകൂടി തന്നെ വരാൻ തീരുമാനിച്ചു. വലിയ നന്ദി. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ബാക്കി എല്ലാവരും, അൽഫോൺസ് ചേട്ടനുണ്ട്, പിന്നെയുണ്ട് ചിത്രയുണ്ട്, പിന്നെ എലിസബത്ത്, ടീന, ശ്രേയക്കുട്ടി, അങ്ങനെ എല്ലാവരും തന്നെ ഇതിന് യെസ് പറഞ്ഞവരാണ്. എല്ലാവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇതിന് പുറകിൽ പ്രവർത്തിക്കുന്നവർ, ഇന്നത്തെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലിൻ്റനൊക്കെ എന്ത് പറഞ്ഞ് നന്ദി പറയണമെന്ന് അറിയില്ല. സ്വാഗതത്തോടൊപ്പം തന്നെ നന്ദിയും കൂടിയാണ്. കൂടെയുള്ള അലൻ എനിക്കറിയാം നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ടാണ്. എല്ലാവർക്കും പ്രത്യേകം നന്ദിയും സ്വാഗതവും. അതോടൊപ്പം തന്നെ നമുക്കറിയാം പാലപ്പള്ളിയച്ഛനുണ്ട്, കരീത്തറച്ചനുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ നിൽക്കുന്നു. സൂജു അച്ഛൻ്റെ പുന്താവസ്ഥ മീഡിയ, സൂജു അച്ഛൻ ഒത്തിരി പാട്ടുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇവരുള്ള എല്ലാ നമ്മുടെ സിംഗേഴ്സിനെ എല്ലാം കോണ്ടാക്ട് ചെയ്യാനായിട്ട് സഹായിച്ചത് സൂജു അച്ഛനാണ്. അപ്പോൾ സൂജു അച്ഛനൊക്കെ പ്രത്യേകം നന്ദിയും സ്വാഗതവും. അതുപോലെ തന്നെ ശ്രോതാക്കളായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒത്തിരി സ്നേഹവും സ്വാഗതവും ആശംസിക്കുകയാണ്. താങ്ക് യു അച്ഛൻ. വളരെ നല്ലൊരു തുടക്കം, നല്ല പ്രാർത്ഥനയോടെ, നല്ല സംഗീതത്തോടെ, ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലാണ്. മാത്രമല്ല ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ മാത്യു കരീത്ര അച്ഛനും കൂടെയുണ്ട്. അപ്പോൾ ശരിക്കും തീർച്ചയായും വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള, വളരെ ഹാപ്പനിങ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയായിരിക്കും വിചാരിക്കുന്നു. അപ്പൊ ക്ലിന്റൺ ഭായ്, നമുക്ക് തുടങ്ങാം അല്ലേ? ഇപ്പോ നമ്മളങ്ങനെ ക്രിസ്തീയ ഗായക സംഗമത്തിന്റെ ആരംഭം കുറിക്കുകയാണ്. അപ്പോ ഇനി അടുത്ത് എങ്ങനെയാണ് ടീനേജ് നെക്സ്റ്റ്? പാട്ട് പാടാൻ ഇവിടെ നമുക്ക് നല്ല പുലികളൊക്കെ വന്നിരിക്കുകയാണ്, എല്ലാവരും കാത്തിരിക്കുകയാണ്. നല്ലൊരു തുടക്കത്തോടെ അല്ലെ, നല്ലൊരു പ്രാർത്ഥന ഗീതത്തോടെ
എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ പെർട്ടിക്കുലർലി മാതാവിന്റെ ഒരു പാട്ട് പാടി തുടങ്ങിയാൽ വളരെ ഒത്തിരി സന്തോഷം നിറഞ്ഞ, ഒത്തിരി അനുഗ്രഹം നിറഞ്ഞ ഒരു അനുഭവമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് ഒരു മരിയൻ പാട്ടോടെ തുടങ്ങിയാലോ ക്ലിന്റൺ? അതെ 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 അതെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഗാനമാണ്, സ്വർഗം തന്നൊരു സമ്മാനം പോലെ കാണുന്ന ഒരു പാട്ടാണ് അമ്മേ എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മയുടെ ഈ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ഒരു സമയത്ത് സ്വർഗം മുഴുവനും അമ്മ പ്രത്യേകിച്ചും നമ്മുടെ കൂടെ ആയിരിക്കട്ടെ, പാട്ടില് ഈ ഒരു സന്തോഷത്തിൽ നമ്മുടെ ഈ കൊച്ചു കൊച്ചു വർത്തമാനങ്ങളിലെല്ലാം. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, അമ്മേ എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നോരമ്മേ. ആമേൻ. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. വെരി നൈസ്, വെരി നൈസ്. ഒരേ സമയം ഹോസ്റ്റും അതേസമയം സിംഗറും ആയിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ പറഞ്ഞില്ല, ഇത് ഡബിൾ 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 പവറാണ്. യു ആർ ഗ്രേറ്റ് ടീന, എക്സലന്റ്. പക്ഷേ ഈ കോവിഡിലൊന്നും നമ്മൾ തളരില്ല. അതുകൊണ്ടാണല്ലോ നമുക്ക് ഇന്നും ഇത്ര പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് അനുഗ്രഹീത കലാകാരന്മാർ എല്ലാവർക്കും പാട്ടുകൾ പാടാനും അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കാനുമായി എത്തിയിരിക്കുന്നത്. അതെ 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 അതെ. ഈ ഒരു മീൻസ് കോവിഡുകൾ നമുക്കിടയിൽ അകലങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ക്ലബ് ഹൗസ് വാക്കുകൾ കൊണ്ട് നമ്മളെ പരസ്പരം അടുപ്പിക്കുന്നു. അതെ, അതെ എനിക്ക് തോന്നുന്നു ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ പുതിയ പുതിയ ഓരോ പ്ലാറ്റ്ഫോംസ് ഉയർന്നു വരുന്നത് നമ്മൾ എന്തൊക്കെ അവസ്ഥയിലായിരുന്നാൽ പോലും നമ്മളെയൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ പോലും ഒന്നായി നമ്മളെയൊക്കെ ചേർക്കാനാണ്. ഒരു ഫോണും ഫുൾ നെറ്റ്വർക്കും GB ഉണ്ടെങ്കിൽ നമുക്കൊരു ലോകത്തെ ആയിരങ്ങളെ വിളിച്ചിരുത്തി നമുക്ക് ഇതുപോലെ റൂം തയ്യാറാക്കി നമ്മുടെ പ്രോഗ്രാംസ് അവതരിപ്പിക്കാൻ ഇതുപോലൊരു ക്ലബ് ഹൗസ് പോലുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഓക്കെ, അല്ല, ക്ലബ് ഹൗസിലെ കഫർനാം കവലകൾ എന്ന് തന്നെയാണ് ഞാൻ ഇതിനെ പറയാറുള്ളത്. കാരണം യേശുവിൻ്റെ ജീവിതത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കഫർനാം എന്ന് പറയുന്ന ടൗണിലുള്ള വലിയൊരു പ്രസക്തി. അത് ഗലീലിയ കടലിന് തീരത്തുള്ള ഒരു ടൗൺ, അതൊരു നെറ്റ്വർക്കിംഗ് പ്ലേസ് ആയിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം യേശുവിൻ്റെ ജീവിതത്തിൽ പരസ്യ ജീവിതകാലത്ത് ഏകദേശം 18 മാസം പകുതിയിൽ കൂടുതൽ സ്പെൻഡ് ചെയ്ത സ്ഥലമാണ് ഈ കഫർനാം എന്ന് പറയുന്നത്. അത് അവിടെയാണ് റോമ സാമ്രാജ്യത്തിന് ശതാധിപനുണ്ടായിരുന്നത്. അവിടുത്തെ പ്രദേശത്തുള്ള ഏറ്റവും വലിയ സിനഗോഗ് ഉണ്ടായിരുന്നത്, അവിടുത്തെ ഏറ്റവും വലിയ തുറ ഉണ്ടായിരുന്നത്,
അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലത്ത് അവിടെ പോയാണ് ഈശോ 18 മാസം സ്പെൻഡ് ചെയ്തത്. അതിനൊരു വലിയ ഒരു പ്രത്യേകത ഉണ്ട് എനിക്ക് തോന്നുന്നത്. ഒരു നെറ്റ്വർക്കിംഗ് പ്ലേസ് ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ക്ലബ് ഹൗസും ഒരു നെറ്റ്വർക്കിംഗ് പ്ലേസ് ആണ്, ഭാവിയുടെ ഒരു വലിയ പ്ലേസ് തന്നെയാണ്. അപ്പോൾ അവിടത്തേക്ക് തീർച്ചയായിട്ടും നമ്മുടെ എന്താണ് ഈ ഗായകരൊക്കെ, നിങ്ങൾ ടെക്നിക്കലായിട്ടുള്ള ആളുകളൊക്കെ കയറി വരുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരിപാടിയുടെ സാങ്കത്യം ആ ലൈനിലും കൂടി ഉണ്ട്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ ഡിവോഷണൽ മ്യൂസിക്കിലും എല്ലാവരും വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന പേരുകളിൽ ഒന്നാണ് അൽഫോൻസ് ജോസഫ്. ഞങ്ങൾക്കൊക്കെ അൽഫോൻസ് ഏട്ടനാണ്. അപ്പൊ അൽഫോൻസ് ഏട്ടൻ അതെ, വളരെ സന്തോഷത്തോടെ അൽഫോൻസ് ഏട്ടന് ഞങ്ങളുടെ ഈ ഒരു കൊച്ചു കൂട്ടായ്മയിലേക്ക് സ്വാഗതം. ഒരുപാട് കേൾക്കാനുണ്ട്, ഒരുപാട് പാട്ടുകൾ അൽഫോൻസ് ഏട്ടന്റെ ആ ഒരു സുന്ദരമായ ആ സ്വീറ്റ് ശബ്ദത്തിലൂടെ കേൾക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു. എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷങ്ങള്? ഓണമൊക്കെ ആണല്ലോ, എന്തൊക്കെയുണ്ട് നല്ല വിശേഷങ്ങൾ? വിശേഷം, നല്ല വിശേഷം. നന്നായിരിക്കുന്നു. ബൈ ഗോഡ്സ് ഗ്രേസ് എല്ലാ കാര്യങ്ങളും പുതിയ നന്നായിട്ട് പടത്തിന്റെ പോകുന്നു. വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട്. ഒരു 3 പ്രൊജക്ട് ഉണ്ട്. അപ്പം അതില് 2 പ്രൊജക്ട് ഓൾറെഡി ഷൂട്ട് സ്റ്റാർട്ട്, ഐ മീൻ ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു, ഒരെണ്ണം ഇപ്പൊ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ അതിന്റെ പാട്ടുകളെല്ലാം ഇങ്ങനെ ഫിനിഷ് ചെയ്തോണ്ടിരിക്കുന്നു. ഒന്ന് ലിയോയുടെ പ്രൊജക്റ്റ് ആണ് 12 എന്ന് പറഞ്ഞിട്ട്. വേറൊന്ന് നമ്മളുടെ അപർണ ബാലമുരളി മെയിൻ റോള് ചെയ്യുന്ന സുന്ദരി ഗാർഡൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. പിന്നെ വേറൊരു പ്രൊജക്റ്റ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ കൊറോണയുടെ കുറച്ച് ഇതുകൾ കാരണം കൊണ്ട് അത് ഇനി കുറച്ച് വെയിറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങുള്ളൂ. സുരാജ് വെഞ്ഞാറമ്മൂട് അഭിനയിക്കുന്നത്. അങ്ങനെ 3 പ്രൊജക്റ്റ്. ക്ലിന്റൺ ബായ്, ഈ അൽഫോൻസ് ചേട്ടന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, എത്ര വലിയ ഉയരങ്ങളിലാണെങ്കിലും വളരെയധികം എളിമയോടെ എപ്പോഴും ഹീസ് ജസ്റ്റ് ലൈക്ക് ദ പേഴ്സൺ നെക്സ്റ്റ് ഡോർ. നമുക്ക് എപ്പോ വേണമെങ്കിലും അൽഫോൻസ് ചേട്ടാ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് നമുക്ക് എപ്പോഴും സമീപിക്കാവുന്ന ഒരു എളിമ ഇന്നും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി. അൽഫോൻസ് ചേട്ടന് ഈ ഒരു ഫിലിം ഇങ്ങനെ പറഞ്ഞ അലമ്പാകല്ലേ? അല്ലല്ല, ഞങ്ങൾക്ക് ഇങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇങ്ങനെ ഇത്രയും ഒരു സെലിബ്രിറ്റി ആയിരിക്കുമ്പോഴും കർത്താവിനെ വിറ്റ്നസ് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചാലഞ്ച് ആണോ അൽഫോൻസ് ചേട്ടാ? ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അത് അതാണല്ലോ നമ്മുടെ ജീവിതം. അപ്പം ചലഞ്ച് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒഴുക്കിനെതിരെ നീങ്ങേണ്ടി വരുന്ന സമയങ്ങളിൽ അത് തീർച്ചയായിട്ടും ചലഞ്ചുണ്ട്. കാരണം നമുക്കറിയാലോ ദ കൈൻഡ് ഓഫ് കൾച്ചർ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മൾ എന്നാ പറയുന്നത്, കാഴ്ചപ്പാടും ഒക്കെ മാറിക്കൊണ്ടിരിക്കുക. നമ്മളൊരു ക്രിസ്തീയമായിട്ടുള്ളൊരു വീക്ഷണകോണിലൂടെ കാണുന്ന പോലെയൊന്നുമല്ല പല വ്യക്തികളും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന പലരും നമ്മുടെ രീതിയിലുള്ള ചിന്താഗതിയിലുള്ളവരല്ല. അപ്പോൾ അവിടെ നമ്മൾ ഒരു ബാലൻസോട് കൂടെ എന്നാൽ യാതൊരു രീതിയിലും കോംപ്രമൈസ് ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചുണ്ട് ഡെഫിനറ്റ്ലി. പക്ഷേ ഐ എൻജോയ് ദാറ്റ് ചലഞ്ച്. ഓരോ ദിവസവും പുതിയ ചലഞ്ച് വരുമ്പോൾ നമുക്കത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് വി എൻജോയ് ഹാവിങ് യു ഹിയർ അറ്റ് ഈ ഒരു ഇവന്റ്. അപ്പൊ പിന്നെ നമുക്ക് ഇനി പറഞ്ഞു ബോറാക്കുന്നില്ല, അൽഫോൻസ് ചേട്ടന്റെ ഒരു പാട്ട് കേൾക്കാം അല്ലെ ക്ലിന്റൺ ബായ്? എന്ത് പറയുന്നു? അതെ അൽഫോൻസ് ചേട്ടന്റെ ഒരു പാട്ട്. ഓക്കെ, അപ്പം ഞാൻ ആദ്യമായിട്ട് കമ്പോസ് ചെയ്ത് തുടങ്ങിയൊരു പാട്ട് ഉണ്ട്. ഞാനതൊന്ന് ജസ്റ്റ് പാടാം. ഞങ്ങളുടെ പള്ളിയിൽ പാടാൻ വേണ്ടി, കൊയറിന് വേണ്ടി കമ്പോസ് ചെയ്തതാണ്. അപ്പം അതായിരുന്നു ഒരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഐ സിംഗ് ദാറ്റ് സോങ് കേട്ടോ. ദേവാ നിൻ ദിവ്യ സാന്നിധ്യ സ്മരണയിൽ നിൻ തിരുമുൻപിൽ ഞാൻ നിൽപ്പൂ. ദേവാ നിൻ ദിവ്യ സാന്നിധ്യ സ്മരണയിൽ നിൻ തിരുമുൻപിൽ ഞാൻ നിൽപ്പൂ. നിൻ ദിവ്യ കാരുണ്യം പുൽകുമാവേളയിൽ സർവം മറന്നു ഞാൻ നിൽപ്പൂ. ദേവാ സർവം മറന്നു ഞാൻ നിൽപ്പൂ.
ദേവാ നിൻ ദിവ്യ സാന്നിധ്യ സ്മരണയിൽ നിൻ തിരുമുൻപിൽ ഞാൻ നിൽപ്പൂ. ഇന്നു നീ അപ്പത്തിൻ രൂപമായി എന്നകതാരിൽ നിറഞ്ഞു. ഇന്നു നീ അപ്പത്തിൻ രൂപമായി എന്നകതാരിൽ നിറഞ്ഞു. തെളിയൂ നീ എന്നിൽ പൊന്മണി ദീപമായി, തെളിയൂ നീ എന്നിൽ പൊന്മണി ദീപമായി, എന്നന്തരംഗേ തെളിയൂ ദേവാ, എന്നന്തരംഗേ തെളിയൂ. ദേവാ നിൻ ദിവ്യ സാന്നിധ്യ സ്മരണയിൽ നിൻ തിരുമുൻപിൽ ഞാൻ നിൽപ്പൂ. നിൻ ദിവ്യ കാരുണ്യം പുൽകുമാ വേളയിൽ സർവം മറന്നു ഞാൻ നിൽപ്പൂ. ദേവാ, സർവം മറന്നു ഞാൻ നിൽപ്പൂ. ദേവാ നിൻ ദിവ്യ സാന്നിധ്യ സ്മരണയിൽ നിൻ തിരുമുൻപിൽ ഞാൻ നിൽപ്പൂ. സൂപ്പർ. താങ്ക് യു. ക്യാ ബാത് ഹൈ. അൽഫോൻസ് ചേട്ടൻ പല പല വേദികളിൽ പല ഇടങ്ങളിൽ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലും പുറത്തും ഒക്കെ ആയിട്ട് ദൈവം ഒരുപാട് മക്കളുടെ ഇടയിൽ ദൈവത്തെ വിറ്റ്നസ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച, വിളി ലഭിച്ച ഒരു മ്യൂസീഷ്യനാണ്. അതുകൊണ്ട് തന്നെ മേ ബി ഒരു ഗുഡ് റോൾ മോഡൽ പലർക്കും. അൽഫോൻസ് ചേട്ടൻ പലയിടങ്ങളിൽ പാടി ഞങ്ങളുടെയൊക്കെ മനസ്സിൽ കയറിയ ഒരു പാട്ടുണ്ട്. അത് അൽഫോൻസ് ചേട്ടൻ തന്നെ അറിയാലോ. അപ്പൊ ആ പാട്ട് എന്തായാലും ഞങ്ങക്ക് കേൾക്കണം. അൽഫോൻസ് ചേട്ടാ, വീട്ടിലെ വിശേഷങ്ങൾ പിന്നല്ലാതെ വീട്ടിലെ വിശേഷങ്ങളും കൂടെ ഒന്ന് കേൾക്കാൻ. വീട്ടില് ഭാര്യയുടെ പേര് രജനി, പിന്നെ 2 മക്കളുണ്ട്, ജോസഫ്, മരിയ. ജോസഫ് ആണ്, മരിയ 8-ല്. വൈഫ് വർക്കിംഗ് ആയിരുന്നു, സോഫ്റ്റ്വെയർ ഫീൽഡിലായിരുന്നു. ഇപ്പം ഞങ്ങൾക്കൊരു മ്യൂസിക് സ്കൂളുണ്ട് എറണാകുളത്ത്, കളമശ്ശേരിയിൽ, ക്രോസ് റോഡ് സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞ. അപ്പം അതിൻ്റെ കാര്യങ്ങളെല്ലാം നേതൃത്വം നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ. പിന്നെ എൻ്റെ കുടുംബം ഞാൻ ശരിക്കും തൃശ്ശൂരാണ് ജനിച്ച് വളർന്നൊക്കെ. എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും, ഞങ്ങളെ 7 മക്കളാണ്. അപ്പച്ചൻ മരിച്ചുപോയി, അമ്മച്ചി ഇപ്പോഴും ഉണ്ട്. മൂത്തേട്ടൻ ജോമോൻ, അദ്ദേഹവും മ്യൂസീഷ്യനാണ്. പിന്നെ താഴെ ഗിറ്റാറിസ്റ്റാണ്. പിന്നെ മനോജ് എൻ്റെ കൂടെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പിയാനോ പഠിപ്പിക്കുന്നു, അവൻ 8th ഗ്രേഡ് പിയാനിസ്റ്റാണ്. പിന്നെ 3 അനുജത്തിമാർ, അവർ തൃശ്ശൂർ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ. ശരിക്കും അൽഫോൻസ് ചേട്ടന്റെ കുടുംബത്തിലും ഫുൾ മ്യൂസിക് ആണ് അല്ലെ? രജനി ചേച്ചി ഒരു സിംഗറാണ്. പിന്നെ മക്കള്, മോന്റെ കാര്യം പറഞ്ഞില്ലല്ലോ, പാടിയതും അവാർഡ് നേടിയതും അല്ലെ? മോൻ യാദൃശ്ചികമായിട്ടാണ് എൻ്റെ ഒരു പടത്തില് പാടി. അങ്ങനെ പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു. അപ്പം മോൻ പാടിയത് ഡയറക്ടർക്ക് ഇഷ്ടമായി. അങ്ങനെ അവൻ ഒരു സിനിമയിൽ ഗായകനായി. അപ്പോൾ അവനൊരു അവാർഡും കിട്ടി, റെഡ് എഫ്എമ്മിൻ്റെ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ എന്താ പറയുക, അങ്ങനെ വഴിയിൽ ഉണ്ടായി വന്ന കാര്യങ്ങളായിരുന്നു. പിന്നെ അവന് ഇപ്പോൾ കൂടുതലും കമ്പോസിങ് അങ്ങനത്തെയൊക്കെ ഒരു രീതിയിലാണ് അവൻ്റെയും ഇൻട്രസ്റ്റ് ഒക്കെ വരുന്നത്. അപ്പം ഞാനപ്പോൾ അവൻ്റെ ഇൻട്രസ്റ്റ് പോലെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇരിക്കുന്നു. ജെയ്സൺ അച്ഛൻ നമ്മുടെ വളരെ അടുത്ത ചങ്കാണല്ലോ. അപ്പം അച്ഛൻ വിളിച്ചപ്പോൾ പിന്നെ വരാതിരിക്കാൻ പറ്റില്ല. അപ്പം നിർബന്ധം. പക്ഷെ ഞാൻ ടീന ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. പക്ഷെ സന്തോഷം, ഒത്തിരി സന്തോഷം കണ്ടപ്പം. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു വോയിസാണ്. പള്ളിയിൽ ഞങ്ങളുടെ സെയിം പാരിഷിലായിരുന്നുകൊണ്ട് പള്ളിയിലാണ്. അതെ. എനിക്ക് നല്ല ഇഷ്ടമാണ് പാട്ട്.
പിന്നെ അത് ഏത് പള്ളിയാണ്? കമ്പോസ് ഞങ്ങളിവിടെ ഞങ്ങളുടെ ചങ്ങമ്പുഴ പള്ളിയിലേക്ക് വരാനായിരിക്കും അല്ലേ നഗർ. അച്ഛാ? തീർച്ചയായിട്ടും ഇത്ര മനോഹരമായ മെയിൽ വോയിസും ഫീമെയിൽ വോയിസും ഉള്ള ഒരു പള്ളി വേറെ ഉണ്ടാവില്ല. ഞങ്ങള് രണ്ടുപേരും ഇപ്പൊ ഉള്ള സമയം ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഇപ്പൊ പള്ളിയിലും നമ്മള് പല പല പള്ളികളിലായിട്ട് കുർബാന അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ആണല്ലോ. പലപ്പോഴും ചിലപ്പോൾ ഇവിടെ അടച്ചിരിക്കും, അപ്പോൾ എവിടെയാണോ തുറന്നിരിക്കുന്നത് അവിടേക്കൊക്കെ ഓടി ചെല്ലും. അങ്ങനെയാണ് ഇപ്പം. അതെ, അതൊരു കാര്യം കേട്ടോ. പല സ്ഥലത്തും കുർബാന അപേക്ഷിച്ച് ഓടി പോകുമ്പോ ചിലപ്പോൾ അൽഫോൻസ് ചേട്ടനെ കാണാറുണ്ട്. അപ്പൊ അത്രയധികം അതെ അതെ അതെ. തമ്പുരാനുമായിട്ട് ഇഴുകി ചേരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അൽഫോൻസ് ചേട്ടാ. ആം, ആ കരുണാമയന്റെയും കൂടെ കുറച്ച് വരികൾ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിരുന്നെങ്കിൽ വലിയ സന്തോഷം. തീർച്ചയായിട്ടും. പാടാം, പാടാം. My Jesus, you're so merciful. യേശുവേ, കരുണാമയനേ, 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 അടിയലി പൊടിയാണെന്നോർത്തിടണമേ, അലറും നീയാഴിയിൽ എൻ പ്രാണനെ, അണയാതെ എന്നും നീ കാത്തിടണമേ, നിന്ദയെന്നും ജീവനാണേ, നിൻ കൃപയെന്നും ആശ്രയമേ. യേശുവേ, കരുണാമയനേ. എന്തായാലും ഒത്തിരി സന്തോഷം കേട്ടോ എല്ലാവരും. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് വരാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെല്ലാം ഞാൻ പറയാണ്. പിന്നെ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണല്ലോ കർത്താവിന്റെ പാട്ടുകൾ പാടുക എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുക. പ്രത്യേകം എല്ലാവരെയും ഞാനും പ്രാർത്ഥനയിൽ ഓർത്തോളാം. ദലീമ ചേച്ചി, ഈ ഒരു പേര് എന്താ പറയാ, എല്ലാവരുടെയും മനസ്സിൽ ക്രിസ്ത്യൻ ഡിവോഷണൽ മ്യൂസിക് എന്ന് പറയുമ്പോൾ ചില പേരുകൾ ഇങ്ങനെ സ്വർണ്ണ ലിപിയിൽ കൊത്തി എഴുതിയിരിക്കുന്നത് പോലെയാണ്. അങ്ങനെ ഒരു പേരിനുടമയാണ് ദലീമ ചേച്ചി അല്ലെ. ഒരുപാട് എത്രയോ അനുഗ്രഹം നിറഞ്ഞ എത്രയോ അനശ്വരങ്ങളായ ഗാനങ്ങൾ ചേച്ചിയുടെ ആ ഒരു സ്വീറ്റ് ശബ്ദത്തിലൂടെ ഞങ്ങൾക്കൊക്കെ കേൾക്കാൻ, ഞങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിച്ചു. ചേച്ചി വളരെ സന്തോഷം ചേച്ചി ഞങ്ങളുടെ ഈ ഒരു കൊച്ചു കൂട്ടായ്മയിലേക്ക് വന്നതിന്. ചേച്ചിയുടെ ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് ചേച്ചി? എനിക്ക് ഈ ക്ലബ് ഹൗസിലൊക്കെ വരാൻ നിങ്ങളുടെ ഈ ഒരു കൂട്ടായ്മയിൽ, അതുപോലെ തന്നെ അൽഫോൺസിന്റെ പാട്ടൊക്കെ ഞാൻ കേട്ടായിരുന്നു. ഏതായാലും ഈ കൂട്ടായ്മയിൽ അച്ഛൻ പറഞ്ഞപ്പോൾ തന്നെ സന്തോഷമായിട്ട് തോന്നി. കാരണം നിങ്ങൾ നടത്തുന്ന ഈ ഒരു നല്ലൊരു പ്രോഗ്രാമാണ്. എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ, എല്ലാവർക്കും ഇഷ്ടം തോന്നുന്ന എല്ലാ പല കലാകാരന്മാരും ഇതിലുണ്ട്. അപ്പൊ അവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നല്ലൊരു പ്രോഗ്രാം, അത് അണിയിച്ചൊരുക്കിയതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാല് ഇനി എന്താ എന്നോട് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ചോദിക്കാം. ചേച്ചി, ഞങ്ങൾക്ക് ആകെ ഞങ്ങളെല്ലാരും പ്രാർത്ഥിക്കുന്നു ചേച്ചിയുടെയും ചേച്ചിയുടെ കുടുംബത്തിന്റെയും ആരോഗ്യത്തിന് വേണ്ടി. ആയിക്കോട്ടെ, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടാം.
മനസ്സുകളിലങ്ങി സ്നേഹം പകരുവതിനായി വചനം കരളിലണിയുമ്പോൾ ജീവൻ നിറയുവതിനായി നീ ആകാശം നീ തൂകിടുമ്പോൾ അഭിഷേകമേകണമേ ഓ നാഥ ആത്മാവിനെ തന്നിടണേ നീ ആശ്വാസമായി വന്നിടണേ. നിത്യം തിരുവചന വഴിയിൽ സത്യം പറയുവതിനായി എന്നും തവ മഹിമ പാടാൻ അധരം വിടരുവതിനായി ജീവൻ പ്രകാശം നീ തൂകിടുമ്പോൾ അഭിഷേകമേകണമേ ഓ നാഥ ആത്മാവിനെ തന്നിടണേ. നീ ആശ്വാസമായി വന്നിടണേ. എൻ പാപവും എൻ രോഗവും വരദാനമായി കൃപയേകിനെ മോചിച്ചു സുഖമാക്കണേ ഓ നാഥ ആത്മാവിനെ തന്നിടണേ. നീ ആശ്വാസമായി വന്നിടണേ. അടിപൊളി തെളിമ ചേച്ചി, ഒരു രക്ഷയും. ദൈവം തൊട്ടറിഞ്ഞ ശബ്ദം. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചേച്ചി വളരെ ബിസി ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ്, ഒരു ജനപ്രതിനിധിയാണ്. ഇന്നും ചേച്ചി സംഗീതം കൊണ്ട് കൂടെ കൂട്ടുന്നുണ്ട്, കാരണം അത് ചേച്ചിയുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണല്ലേ. ഈ ഒരു റൈഡിൽ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു വലിയ 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 കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന്റെ അഭിഷേകമുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആയി, ഒരു കൈയായി ചേച്ചിക്ക് ഇനിയും ഒരുപാട് നന്മ ചെയ്യാൻ സാധിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ചേച്ചിക്കും കുടുംബത്തിനും എല്ലാ നല്ല ആരോഗ്യവും നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചേച്ചിയുടെ ഇതിലുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ് കേട്ടോ. നല്ല കലാകാരന്മാരും നല്ലവരും മറ്റുള്ളവർക്ക് നന്മകൾ ചെയ്യുന്നവരുമാണ് ഇതിലുള്ളവരെല്ലാവരും. എല്ലാവിധ ആശംസകളും നേരുന്നു. അച്ഛനും എന്നെ വിളിച്ച അച്ഛനും ഒക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിലേക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി പറയുന്നു. ക്ഷമ പറഞ്ഞുകൊണ്ട് പിൻവാങ്ങുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളെല്ലാവരും കേട്ടു. ചേച്ചി തന്ന സമയത്തിനും ആ ശബ്ദത്തിനും ദൈവത്തിനോടും ചേച്ചിയോടും ഒരുപാട് നന്ദി. ഇനിയും ഒരുപാട് നല്ല പാട്ടുകളും വിശേഷങ്ങളും കേൾക്കാനും നമ്മുടെ കൂടെ അനുഗ്രഹീതരായ അനേകം കലാകാരന്മാർ എത്തിച്ചേരുന്നു. നമുക്ക് കാണാം നമ്മുടെ കൂട്ടത്തിൽ തന്നെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു പോപ്പുലർ സിംഗർ, ഒരു ഗായിക മാത്യു അച്ഛ. ഈ ഒരു ഗായികയെ പറ്റി അച്ഛനും എന്തായാലും പറയാനുണ്ടാവും അല്ലേ അച്ഛ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ മാത്യു അച്ഛൻ. നമ്മുടെ അൽഫോൻസിന്റെ സുന്ദരമായ ഗാനം കേട്ടു. നമ്മുടെ ഇപ്പോൾ MLA കൂടിയായ രമ ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ് ഇപ്പൊ കേട്ടത്, നാഥ ആത്മാവിനെ തന്നിരുന്നേ. നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ വരുമ്പോൾ സന്തോഷമാണ്. എലിസബത്ത് നമ്മുടെ ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് വളരെ പ്രശസ്തയായ ഗായികയാണ്. വളരെ സുന്ദരമായ മെലോഡിയസ് ആയിട്ട് പാടുന്ന ആളാണ്. എലിസബത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ എനിക്കൊന്നാണ് സ്നേഹത്തൂവാല കൊണ്ട് തുടയ്ക്കാം എന്നുള്ള പാട്ട്. വളരെ മധുരം തുളുമ്പുന്ന, വളരെ ശക്തമായി നമ്മുടെ
മനസ്സുകളിലേക്ക് കയറുന്ന തരത്തിലുള്ള ഒരു ആലാപന ശൈലി കൊണ്ട് അനുഗ്രഹീതയാണ് എലിസബത്ത് രാജു. തീർച്ചയായിട്ടും ഈ നമ്മുടെ ഭക്തിഗാനങ്ങളുടെ പ്രത്യേകിച്ച് ഒരു ഇതെന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും അതിന്റെ രചന കൊണ്ടോ സംഗീതത്തിന്റെ ഇതുകൊണ്ടോ അല്ല, പാടുന്ന ആൾക്കാരുടെ ആ ഒരു പാട്ടിനോടുള്ള എങ്ങനെ അത് എടുത്ത് അതിന്റെ സംഗീതത്തോടൊപ്പം അതിന്റെ ആത്മീയ ചൈതന്യം മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് പാടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അത് ആസ്വാദ്യകരവും ദൈവിക ചൈതന്യം തുളുമ്പുന്നതും ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ എലിസബത്തിന്റെ കുരിശുമായി നിന്റെ കൂടെ വരാം, അത് എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ട പാട്ടാണ്. പിന്നെ എല്ലാവർക്കും അറിയാവുന്ന എന്നമ്മയെ ഓർക്കുമ്പോൾ അല്ലെ, നമ്മുടെ എല്ലാ ചുണ്ടുകളിലും തത്തിക്കളിക്കുന്ന ഗാനമാണ്. അപ്പോ അങ്ങനെ സുന്ദരമായ ഗാനങ്ങൾ കൊണ്ട് നമ്മുടെ ഭക്തിഗാന ശാഖയ്ക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന എലിസബത്തിനെ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. നമുക്ക് എലിസബത്ത് രാജുവിന്റെ പാട്ടുകളിലേക്ക് പോകാം. ഈ കൂട്ടായ്മയിലെ ബഹുമാന്യരായ വൈദികരെ, പ്രിയ സുഹൃത്തുക്കളെ, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. ഒരുപാട് സന്തോഷം. പരിചിതമായ കുറെ മുഖങ്ങൾ കണ്ടു. ഇതിനകത്ത് പരിചയമുള്ള ഒരുപാട് പേര് വന്നു. അൽഫോൻസറും ദലീം ചേച്ചിയും പാട്ടുകൾ പാടി. ഒരുപാട് സന്തോഷം തോന്നി എല്ലാവരെയും കണ്ടപ്പോൾ. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത് വളരെ കുറവാണ്. നമ്മൾ എല്ലാവരും ഒരു കൂട്ടിൽ അടയ്ക്കപ്പെട്ട സ്ഥിതിയിലാണല്ലോ. പക്ഷെ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തപ്പോ അതിൽ ഇത്രയും പേരെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ജെയ്സ്മച്ചിന് പ്രത്യേകം നന്ദി പറയാണ് എന്നെ ഈ ഒരു മീറ്റിംഗിലേക്ക് ക്ഷണിച്ചതിലും. നമുക്ക് സംഗീതം തീർച്ചയായിട്ടും ഒരു സാന്ത്വനമാണ്. സംഗീതത്തിലൂടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, പ്രാർത്ഥിക്കാം, പരസ്പരം പ്രാർത്ഥിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കാരണം നമുക്ക് ഈ ഒരു സാഹചര്യം വളരെയധികം മാനസിക സമ്മർദ്ദം തരുന്ന ഒരു സാഹചര്യമാണല്ലോ. അപ്പം സംഗീതത്തിലൂടെ കുറച്ച് നമുക്ക് ആശ്വാസം കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും. മാത്യു അച്ഛന്റെയും ടീനയുടെ ഒക്കെ നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി. ശരിക്കും എലിസബത്ത് പറഞ്ഞ പോലെ നമ്മളിന്ന് പരസ്പരം കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ എലിസബത്തിനെയും അതുപോലെ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ വരുന്ന മറ്റ് ഗിഫ്റ്റഡ് ആയിട്ടുള്ള സിംഗേഴ്സിന്റെയും ഒരു വലിയ പ്രത്യേകത, ദൈവം നിങ്ങളുടെ ശബ്ദമാണ് എടുത്തുയർത്തിയിരിക്കുന്നത് അല്ലേ? അപ്പൊ കാണാൻ സാധിച്ചില്ലെങ്കിലും ഈ ഒരു ശബ്ദം ഇന്ന് ഈ ക്ലബ് ഹൗസ് എന്നൊരു പോർട്ട്ഫോളിയോയിലൂടെ, ഈ ഒരു മേഖലയിലൂടെ നമ്മൾ ഈ കൂട്ടായ്മയുടെ ഭാഗമാകുമ്പോൾ തീർച്ചയായും ഈ ശബ്ദം പകർന്നു നൽകുന്ന ഒരു ഊർജ്ജമുണ്ട്. എലിസബത്തിന്, എനിക്ക് എലിസബത്തിന്റെ വലിയ ഇഷ്ടമുള്ളൊരു ക്വാളിറ്റി, എലിസബത്ത് എത്ര ഉയരങ്ങൾ എത്തിയാലും എപ്പോഴും ആ എളിമ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എപ്പൊ കണ്ടാലും ഞങ്ങൾക്ക് കുറെ വർത്തമാനങ്ങൾ പറയാനുണ്ടാവും അല്ലെ എലിസബത്തെ, ചെറുതിലെയുള്ള കാര്യങ്ങൾ തൊട്ട്. അതെ, ഒത്തിരി നല്ല പാട്ടുകൾ, അതെ ഒത്തിരി നല്ല പാട്ടുകൾ ക്രിസ്തീയ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി പകർന്നു നൽകാൻ സാധിച്ച ഒരു വ്യക്തിയാണ് എലിസബത്ത്. എന്നാൽ പിന്നെ എലിസബത്തെ നമുക്കൊരു പാട്ടങ്ങ് കേൾക്കാം. എല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ ഏത് പാട്ടാണ് എലിസബത്ത് ആദ്യം ഞങ്ങൾക്ക് വേണ്ടി പാടുന്നത്? ഞാൻ സ്നേഹത്തൂവാല കൊണ്ട് തുടയ്ക്കാം എന്നുള്ള പാട്ട് പാടാം. സ്നേഹത്തൂവാല കൊണ്ടു തുടയ്ക്കാം എന്റെ ഈശോയെ, സ്നേഹപ്പൂമാല ഞാൻ കൊരുക്കാം ഈശോയെ നിൻ മാറിൽ ചാർത്താൻ. സ്നേഹത്തൂവാല കൊണ്ടു തുടയ്ക്കാം എന്റെ ഈശോയെ, സ്നേഹപ്പൂമാല ഞാൻ കൊരുക്കാം ഈശോയെ നിൻ മാറിൽ ചാർത്താൻ. വാവാ സ്നേഹരാജാവേ, എന്നെന്നും നിന്നുള്ളിൽ വാഴാം. വാവാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ ശോഭയിടാം. സ്നേഹത്തൂലിക കൊണ്ടു കുറിക്കാം
എന്റെ ഈശോയെ നിൻ കീർത്തനം സ്നേഹത്തോണികൾ കൊണ്ടു കുറിക്കാം. എന്റെ ഈശോയെ നിൻ കീർത്തനം സ്നേഹത്തോണികൾ കിരീടം സ്നേഹപ്പൊൻദീപം ഞാൻ തെളിക്കാം. എന്റെ ഈശോയെ വരും വഴിയിൽ സ്നേഹപ്പൂന്തെന്നൽ വിശറിയൊരുക്കാം. ഈശോയ്ക്ക് തെന്നലികാം. വാവാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാം. വാവാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ നിൻ ശോഭയേകാം. സ്നേഹത്തൂവാല കൊണ്ടു തുടയ്ക്കാം. എന്റെ ഈശോയെ സ്നേഹപ്പൂമാല ഞാൻ കൊരുക്കാം. ഈശോയെ നിൻ മാറിൽ ചാർത്താം. വാവാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാം. വാവാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയേകാം. ബ്യൂട്ടിഫുൾ എലിസബത്ത്, ആസ് ഓൾവേസ് അടിപൊളി. അപ്പൊ ഇത് കേൾക്കട്ടെ, പുതിയ പാട്ടുകളുടെ റിലീസ് ഈ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അതെ അതെ, ഈ കഴിഞ്ഞ ആഴ്ചയായിട്ട് ഒരു 5-6 വർക്കുകൾ ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ റിലീസായി. ഇന്നും ഞാനൊരു പാട്ട് ഷെയർ ചെയ്തിരുന്നു. ഇപ്പൊ എല്ലാം ഫേസ്ബുക്കിൽ ഷെയറിംഗ് ആണല്ലോ. CD ആയിട്ടുള്ള പരിപാടി ഇല്ലാത്തതുകൊണ്ട് പാട്ടുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അതിന്റെ ലിങ്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ മാതാവിന്റെ പാട്ടുകൾ ഒരു 3-4 പാട്ടുകൾ ചെയ്തു. ഇപ്പം ഓഗസ്റ്റ് 15th ബന്ധപ്പെട്ട് മാതാവിന്റെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കുറച്ചധികം മാതാവിന്റെ പാട്ടുകൾ പാടി. അതുപോലെ ദിവ്യകാരുണ്യത്തിന്റെ പാട്ട് ഇപ്പം 2-3 ഇപ്പൊ ഈ അടുത്ത് തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്നു. എലിസബത്ത് ഒരു എസ്റ്റാബ്ലിഷ് പ്ലേബാക്ക് സിംഗർ ആൻഡ് ഞങ്ങളുടെയൊക്കെ ഡിവോഷണൽ സോങ്സിൽ മനസ്സിൽ വളരെ കേറി പറ്റിയ ഒരു ശബ്ദമാണ്. അപ്പൊ ഞങ്ങളും ഇപ്പോഴും എക്സൈറ്റ്മെന്റിൽ തന്നെ ഇരിക്കാം. കാരണം എല്ലാവർക്കും എലിസബത്തിന്റെ ഇനിയും ഒരു പാട്ടും കൂടെ കേൾക്കണം എന്നാണ് ആഗ്രഹം. അപ്പൊ എലിസബത്തിന് ഇഷ്ടമല്ല വൺ മോർ സോങ്? യെസ്, ഞാൻ കുരിശുമായി നിന്റെ കൂടെ വരാം എന്നുള്ള ചിത്രചേച്ചി പാടിയ ഒരു പാട്ടാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ആക്ച്വലി അത്. ഞാൻ പ്രോഗ്രാംസിനൊക്കെ ഇടയ്ക്ക് പാടുന്ന ഒരു പാട്ടാണ്. അപ്പൊ അതൊന്ന് ട്രൈ ചെയ്യാം. കീസ് എനിക്ക് കേൾക്കുന്നില്ല. പിന്നെ അന്നേരം അത് ചിലപ്പോ പാടി വരുമ്പോ വേറെ ആയി പോകും. പ്രശ്നം ഉണ്ടാവും അറിയത്തില്ല. ഇൻട്രോ കേൾക്കുന്നുണ്ട്, പിന്നെ പാടി വരുമ്പോ ചിലപ്പോ എനിക്ക് എന്റെ വോയിസ് മാത്രം കേൾക്കുന്നുള്ളൂ. നിന്റെ കൂടെ വരാം ക്രൂശിതനാഥ കനിയണമേ തിരുമുറിപ്പാടുകൾ ഏറ്റുവാങ്ങുവാൻ തിരുനാഥനിൽ തെളിയണമേ. കുരിശുമാ നിന്റെ കൂടെ വരാം ക്രൂശിതനാഥ കനിയണമേ.
തിരുമുറിപ്പാടുകൾ ഏറ്റുവാൻ തിരുനാദമിൻ തെളിയണമേ. ആരതിയിലേറ്റു ഞാൻ ദീപിക്കും. ആരതിയിലേറ്റു ഞാൻ ദീപിക്കും. ആരതിയിലേറ്റു ഞാൻ ദീപിക്കും. ആരതിയിലേറ്റു ഞാൻ ദീപിക്കും. അവർക്കായി പരനോട് പ്രാർത്ഥിക്കുവാൻ ക്ഷമിച്ചിടുന്ന സ്നേഹമായി മാറ്റണമേ. കുരിശുമാ നിന്റെ കൂടെ വരാം ക്രൂശിതനാഥ കനിയണമേ. തിരുമുറിപ്പാടുകൾ ഏറ്റുവാൻ തിരുനാഥനിൽ തെളിയണമേ. പാപരന്നായി ഞാനിൽക്കും വേദനകൾ ആടിയെന്നിൽ മധുരമായി തീർക്കണമേ. പാപരന്നായി ഞാനിൽക്കും വേദനകൾ ആടിയെന്നിൽ മധുരമായി തീർക്കണമേ. ഉയിരിൻ നാഥ ഉയിർപ്പിക്കണേ. സഹനത്തിൻ സാക്ഷിയായി മാറ്റണമേ. കുരിശുമാ നിന്റെ കൂടെ വരാം ക്രൂശിതനാഥ കനിയണമേ. തിരുമുറിപ്പാടുകൾ ഏറ്റുവാൻ തിരുനാദമിൽ തെളിയണമേ. തിരുനാളമിൽ തെളിയണമേ. 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 മനസ്സിൽ അങ്ങനെ സൂപ്പറായി തെളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ എലിസബത്തെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരുപാട് സന്തോഷം എലിസബത്ത് ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ വന്നതിനും എലിസബത്തിന്റെ ആ മനോഹരമായ ശബ്ദത്തിലൂടെ ഞങ്ങളുമായി പാട്ടുകൾ പാടിയതും വിശേഷങ്ങൾ പങ്കുവച്ചതിനും. വീട്ടില് എലിസബത്തിന് 2 കുഞ്ഞു മക്കളാണ് അല്ലെ എലിസബത്തെ? അതെ അതെ അവര് അതെ. അവരൊക്കെ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ആ, കുഴപ്പമില്ലാതെ പോകുന്നു. ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ആയിട്ട്. വീട്ടിൽ ചിലപ്പോ ഈ ഓൺലൈൻ ക്ലാസ്സും ഗുസ്തിയും ഒക്കെ ആയിരിക്കും അല്ലേ? അത് രാവിലെ കഴിയുമല്ലോ. നമുക്ക് ഉച്ചയാകുമ്പോഴേക്ക് അത്യാവശ്യം തിരക്കുകൾ കഴിയും. എന്നാലും ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ എലിസബത്തിന്റെ ഒരു പ്രസൻസ് വന്നത് ഭയങ്കര ഒരു സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. പാലക്കലച്ചൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തിഗാന ശാഖ കേരളത്തിൽ തുടങ്ങിയ വ്യക്തികളിൽ ഒരാളാണ്. യെസ്, പാലക്കലച്ചൻ, വെൽക്കം ഈശോയ്ക്ക് വെൽക്കം. സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു ഈശോ സോ മച്ച്. മിശിഹായിരിക്കട്ടെ. എന്തൊരു ജെയ്സണച്ചൻ ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മയിലേക്ക് എന്നെ കൂട്ടി പിണച്ചതിന് ഒത്തിരി ഒത്തിരി നന്ദി.
ഞാൻ നിങ്ങളെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു വളരെ സന്തോഷത്തോടെ. അപ്പൊ എനിക്ക് തോന്നിയത് ജയചന്ദ്രൻ പറഞ്ഞത് ഞാനൊരു പഴയ മനുഷ്യനാണ്. അതായത് ഗ്രാമഫോൺ റെക്കോർഡിന്റെ കാലഘട്ടത്തിൽ നിന്നാണ്. എൻ്റെ ആദ്യത്തെ LP റെക്കോർഡ്, ലോങ് പ്ലേ റെക്കോർഡ് ഇറങ്ങുമ്പോൾ നിങ്ങളിൽ പലരും ജനിച്ചിട്ടില്ല. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിന്ന് 30 വർഷമായിട്ട് ഇവിടെ പ്രവാസിയായിട്ട് ന്യൂയോർക്കിൽ ഇരിക്കുന്നു. അപ്പോൾ പുതിയ പുതിയ സംരംഭങ്ങളും പുതിയ പുതിയ നീക്കങ്ങളൊന്നും അധികം ഞാൻ വെക്കേഷൻ വരുമ്പോഴൊക്കെ അല്ലാതെ അധികം കേട്ടിട്ടില്ല. യൂട്യൂബിൽ കുറച്ചൊക്കെ. അപ്പോൾ ഇങ്ങനൊരു കൂട്ടായ്മയിലേക്ക് വരാൻ, നിങ്ങളെ കേൾക്കാനും പുതിയ സംരംഭങ്ങൾ, പുതിയ പാട്ടുകൾ കേൾക്കാനൊക്കെ അവസരം തന്നതിന് ഒത്തിരി ഒത്തിരി നന്ദി. ജോസഫ് അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛൻ ഞാൻ മാത്യു കരിയത്ര അച്ഛൻ CMI ആണേ. ഓക്കെ, ഷുവർ. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്രിസ്തീയ ഭക്തഗാന രംഗത്ത് അച്ഛൻ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ ട്രെൻഡിനൊക്കെ മുൻപായിട്ട് ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ആ കാലത്തൊക്കെ ഒത്തിരിയേറെ കോൺട്രിബ്യൂട്ട് ചെയ്ത ആൾക്കാരിൽ ഒരാളാണ്. പ്രത്യേകിച്ച് ആബേലച്ചനൊക്കെ ശേഷം CMI സഭയില് സംഗീത രംഗത്ത് ഏറ്റവും പ്രശോഭിച്ചവരിൽ ഒരാളാണ് പാലക്കലച്ചൻ. ഇപ്പൊ അമേരിക്കയിലായതുകൊണ്ട് അധികം ഇല്ലെന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു അച്ഛന് ഇപ്പോഴത്തെ കാലത്തെ പാട്ടുകളെ കുറിച്ച് അറിയാവുന്നവരാണ് ഈ കൂട്ടായ്മയിലുള്ളവരിൽ ഒത്തിരിയേറെ പേര്. അപ്പൊ അച്ഛൻ അതുപോലെ തന്നെ നമ്മുടെ പഴയ സംഗീത ശാഖ, നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിലുള്ള പാട്ടുകൾ, അതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്യുന്ന ആളാണല്ലോ. അപ്പൊ അതിനെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ആരാധനാക്രമ ഗാനശാഖയെ കുറിച്ചൊക്കെ ഉള്ള അച്ഛന്റെ കുറച്ച് എക്സ്പീരിയൻസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ പാട്ടുകാരനായിട്ട് തുടങ്ങി. ആദ്യത്തെ EP റെക്കോർഡ് KJ ജോയുടെ സംഗീതത്തിൽ കുനിയന്തോടത്തച്ഛൻ നമ്മുടെ സംഗമത്തിലുണ്ടോ? കുനിയന്തോടത്തച്ഛൻ ഇല്ലല്ലോ. ഇല്ല. അദ്ദേഹത്തിന്റെ പാട്ട് ആയിട്ടാണ് ഞാൻ ഗ്രാഫ് റെക്കോർഡ്. കല്ലെറിയാൻ കൊണ്ടുവന്നീ പാപിനിയെ ഞങ്ങൾ, കൽപ്പന നീ നൽകുകിലോ കല്ലെറിഞ്ഞു കൊല്ലാം. ഒരു കാലത്ത് പള്ളികളിൽ നിന്ന് രാവിലെ പിള്ളേരൊക്കെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പാട്ടാണ്. അപ്പൊ പാട്ടുകാരിൽ നിന്ന് മാറി ആബേലച്ചൻ, ഞാൻ പാട്ട് പഠിച്ചു കഴിഞ്ഞു വന്ന് ആബേലച്ചൻ പറഞ്ഞു എൻ്റെ കൂടെ നിൽക്ക്, എൻ്റെ കാലം കഴിയുമ്പം ഇതെടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആബേലച്ചൻ്റെ കൂടെ നിന്നു. അത് കഴിഞ്ഞ് ആബേലച്ചൻ തന്നെ ബാസൂസ് ആയിരുന്നു എൻ്റെ പ്രൊവിൻഷ്യൽ. അദ്ദേഹത്തിന് പറഞ്ഞു ഈ പാലക്കലച്ചനെ ഇപ്പൊ വിട്ട് പഠിപ്പിച്ചിട്ട് എന്നാ നന്നായിരിക്കും എന്ന് പറഞ്ഞാണ് എന്നെ അമേരിക്കയിലേക്ക് വിട്ടത്. ഞാനിവിടെ വന്ന് പഠനം തുടങ്ങിയത് എത്നോ മ്യൂസിക്കോളജി എന്ന് പറഞ്ഞൊരു ശാഖയിലാണ്. അപ്പൊ അതിൻ്റെ അകത്ത് മ്യൂസിക്കോളജിയിലേക്കുള്ള ഒരു അതായത് പാട്ട് പാടുക എന്നതിനേക്കാൾ പാട്ടിനെ പറ്റി പഠിക്കുക, പറയുക എന്നുള്ള ഒരു മേഖലയിലേക്ക് വന്നു. അതിലെനിക്കൊരു ഹരമായി. അപ്പം അങ്ങനെ മ്യൂസിക് കോളേജിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ സംഗീത ശാഖ, എൻ്റെ തനതായ സംഗീത ശാഖ, കേരളത്തിൻ്റെ തനതായ ഒരു സംഗീത ശാഖ സുറിയാനി സംഗീതമുണ്ട്. അപ്പോൾ PhDക്ക് ഡിസർട്ടേഷൻ്റെ വിഷയം നോക്കി വന്നു കഴിഞ്ഞപ്പോൾ മറ്റാരും പഠിക്കാത്ത, മറ്റാരും കൈവയ്ക്കാത്ത ഒരു മേഖലയാണ് സുറിയാനി സംഗീതം. ആ സുറിയാനി സംഗീതത്തിൻ്റെ തനതായ ഒരു സംഗീത ശൈലി ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത് പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് അതിലേക്ക് വന്ന് വഴുതി വീണത്. അപ്പം അത് 3 വർഷം കോഴ്സ് വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സംഗീതം ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ചത്തുപോകാൻ സാധ്യതയുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിലും, സഭയുടെ ചരിത്രം മാത്രമല്ല കേരളത്തിൻ്റെ ചരിത്രത്തിലും സ്വാധീനവും ശക്തിയും അംഗീകാരവും കിട്ടേണ്ട ഒരു സംഗീത ശാഖയാണെന്ന് വിചാരിച്ച് ഞാൻ അതിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഡോക്ടർ ഡിസർട്ടേഷൻ സുറിയാനി പാട്ടുകളെ പറ്റി എഴുതി. അതിനിടയ്ക്ക് ഒരു CD ഉണ്ടാക്കി. അപ്പോൾ പാട്ടിൽ നിന്ന് സംഗീത ശാസ്ത്രത്തിലേക്ക്, എത്നോ മ്യൂസിക് കോളേജിലേക്ക് ഇങ്ങനെ കയറി പോയി. കുറേയേറെ എൻ്റെ കുറേയേറെ പബ്ലിക്കേഷൻസ് ഉണ്ട് ഇവിടെയും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ആയിട്ട്. പക്ഷെ അതൊന്നും കേരളത്തിൽ ആക്സസിബിൾ അല്ല. പിന്നെ കേരളത്തിൽ അങ്ങനെ ഒരു മ്യൂസിക്കോളജിക്കൽ അപ്രോച്ച് ഒരു പോപ്പുലർ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം ഞാൻ അൺപോപ്പുലർ ഫീൽഡിലേക്ക് വന്നതുകൊണ്ട് നിങ്ങളിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഒത്തിരി ഒരു ഇൻ്റലക്ച്വൽ അകൽച്ച എനിക്കുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ദിവസത്തിൽ ഇവിടെ തന്നെ എൻ്റെ ദിവസത്തിൽ ഒരു 3 മണിക്കൂർ കേരളത്തോട് ബന്ധപ്പെട്ടോ ഇന്ത്യയോട് ബന്ധപ്പെട്ടോ ഉള്ള സംഗീത കാര്യങ്ങളിലാണ് ഉൾപ്പെടുന്നത്. ഈ സുറിയാനി സംഗീതത്തിനെ പറ്റിയുള്ള ചാനൽ അരമായി പ്രോജക്റ്റിൽ നിന്ന് കയറി ഇപ്പം ഞാനൊരു ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ക്രിസ്ത്യൻ മ്യൂസിക് ഇൻ ഇന്ത്യ എന്നുള്ളൊരു എന്നെ അതിജീവിക്കുന്ന ഒരു വലിയൊരു സ്വപ്നത്തിലേക്ക് കയറുകയാണ്. അപ്പം നിങ്ങളുടെ പാട്ടുകളും നിങ്ങൾ ഇത്രയും പേര് പരിചയപ്പെടുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ പണി, എൻ്റെ ഓഫീസിലുള്ളവരുടെ പണി എന്തുമാത്രം ഇനി കിടക്കുന്നു. എല്ലാ ഗായകരെയും, എല്ലാ പാട്ടുകളെയും, എല്ലാ ഇതിലും കയറി ചെന്ന് ഒരു 100 വർഷം കഴിഞ്ഞിട്ട്
നമ്മളെപ്പറ്റി അന്വേഷിച്ച് വരുമ്പോൾ കണ്ടെത്താവുന്ന ഒരു കലവറ, ഒരു അമേരിക്കൻ ലൈബ്രറി ഓഫ് കോൺഗ്രസ് പോലെയോ ബ്രിട്ടീഷ് ലൈബ്രറി പോലെയുള്ള ഒരു ലൈബ്രറി ഡിജിറ്റൽ. അപ്പം അങ്ങനെ ഒരു ഡിജിറ്റൽ ലൈബ്രറി ഓഫ് ക്രിസ്ത്യൻ മ്യൂസിക് ഇൻ ഇന്ത്യ എന്നുള്ളൊരു എന്താ പറയുക, ഒരു വിയേർഡ് തിങ്കിങ് പ്രോസസ്സിലാണ്. അതായത് എന്നെക്കൊണ്ട് കഴിയാൻ പറ്റാത്ത, എന്നെപ്പോലെ ഒരു 10, 100, 200 പേര് പരിശ്രമിക്കേണ്ട ഒരു മേഖലയിലേക്ക് കൈവച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു രീതിയിലേക്ക് ഞാൻ എൻ്റെ ജീവിതവും എൻ്റെ ചിന്താരീതികളും മാറിപ്പോയി. ജോസഫ് എക്സ്ക്യൂസ് മീ, അച്ഛൻ അത് വിയേർഡായിട്ടുള്ളൊരു സ്വപ്നമല്ല, അതൊരു വലിയ സ്വപ്നമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തൊരു സ്വപ്നമാണ്. ഇപ്പൊ നമുക്ക് അച്ഛന്റെ ഒരു പാട്ട് കേൾക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുകയാണ്, അല്ലേ? ശരിയല്ലേ ടീന? തീർച്ചയായും. കാരണം അപ്പൊ അച്ഛനൊരു പാട്ട് പാടിയിട്ട് പാലിക്കലച്ച, എന്നിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത ആളിലേക്ക് പോകാനായിട്ട്. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ പാടാം. ഈ പറഞ്ഞ 1979 LP റെക്കോർഡ് ധർമാരം കോളേജിൽ നിന്ന് ഉത്ഭവിച്ച ഓം ജഗജ്യോതി യേശു ഭഗവാൻ നവ്യ സനാതന തവ സത്യരൂപം ഭൂവിൽ ജ്വലിക്കും പ്രഭാജീവനാളം ഓം ജഗജ്യോതി നമോ നമോ ഓം ജഗജ്യോതി നമോ നമോ. ജോണി മണവാളൻ എന്ന് പറഞ്ഞൊരു കൊച്ചച്ഛൻ CMIയിൽ ധർമാരാമിൽ, അദ്ദേഹം എഴുതിയ വരികളാണ്. ആൻഡോ അമർദാസ് എന്ന് പറഞ്ഞ വേറൊരു CMI അച്ഛൻ ഈണം പകർന്നാണ്. ഇത് ധർമാരാമിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് ഉത്ഭവിച്ച ഇന്ത്യൻ ലിറ്റർജി എന്നൊക്കെ പറഞ്ഞ് അതിൽ ഉത്ഭവിച്ച ഒരു പാട്ടാണ്. അത് ഇപ്പം കേൾക്കുമ്പോൾ വളരെ എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ തലമുറയ്ക്ക് അതൊരു വിചിത്രമായി തോന്നിയേക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഓം കൊണ്ട് തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഇത് കുറേ കാലത്ത് പള്ളിയിൽ അന്ന് റെക്കോർഡ് വയ്ക്കുന്ന കാലം ഉണ്ടായിരുന്നു, അവിടെ വെച്ചിരുന്നു. ഒത്തിരി പേർക്ക് ഒഫൻസ് ഉണ്ടായി. കേരളത്തിൻ്റെ തെക്കൻ സൈഡുകളിൽ നിന്ന് തന്നെ വിമർശിച്ചു, എന്തുകൊണ്ട് ഓം പാടി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഓം എന്ന് പറയുന്നത് ഒരു ഇന്ത്യ ലോകത്തിന് കൊടുത്ത ഒരു സംഭാവനയാണ്. പേര് ചൊല്ലി വിളിക്കാൻ പറ്റാത്ത അപ്രാപ്യമായ ഒരു പ്രതിഭാസത്തെ പ്രാണൻ കൊണ്ട്, ശബ്ദം കൊണ്ട് എങ്ങനെ റീച്ച് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഓം. അപ്പോൾ അത് ഹിന്ദുവാണെന്നും ഹിന്ദുക്കളുടെ ആണെന്നും, മലയാള ഭാഷ ഹിന്ദു ആണെന്ന് പറയുന്നില്ല, കേരളത്തിലെ ശ്വാസം വായു ഹിന്ദു ആണെന്ന് ആരും പറയുന്നില്ല, വെള്ളം ഹിന്ദു ആണെന്ന് പറയുന്നില്ല. ലിറ്റർജിയിൽ ഈശ്വരൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്ന് പറഞ്ഞ് ദൈവത്തെ വിളിക്കുമ്പോൾ ആർക്കും വിഷമമൊന്നുമില്ല, ഇപ്പോഴും അത് വിളിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഓം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും കുറേ പേർക്ക് വിഷമമുണ്ടായി. അപ്പം അങ്ങനെയുള്ള ഒരു ചിന്താപരമായിട്ട് സംഗീതത്തെ സമീപിക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് വന്നാൽ കൊള്ളാമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പം ഞാനിവിടെ അവസാനിപ്പിക്കാം. ഇനി ഒത്തിരി പേര് സംസാരിക്കാനുണ്ടല്ലോ. സോ പാലിക്കലച്ച, അതിൽ ഒത്തിരി സന്തോഷം കേട്ടോ അത് പറഞ്ഞതിന്. അതോടൊപ്പം തന്നെ ഈ ഒരു ഗ്യാതറിങ്ങിന്റെ ഒരു ലക്ഷ്യവും അത് തന്നെയായിരുന്നു. ഓരോ ഓണത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കറിയാം ക്രിസ്തീയ ഗാനങ്ങൾ പാടുന്നത് എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ചാണ്. ഇപ്പം നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഇനിയിപ്പോൾ ശ്രേയക്കുട്ടിയുണ്ട്, ചിത്ര വന്നിട്ടുണ്ട്, ചിത്ര അരുൺ, ഇവരെല്ലാം വളരെ കാര്യമായിട്ട് തന്നെ ഒത്തിരിയധികം ക്രിസ്തീയ ഗാനങ്ങൾ പാടി നമ്മുടെ എല്ലാം ഹൃദയവും മനസ്സും ആത്മാവും കവർന്നവരൊക്കെ തന്നെയാണ്. അപ്പം അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി. അതായത് ഈ സമയത്ത് നമ്മളെല്ലാം ഒരുമിച്ചാണ്, എല്ലാവരും ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെതായിട്ടുള്ള യാതൊരു വേലിക്കെട്ടുകളുമില്ലാതെ ഒരുമിക്കുന്ന ഒരു സമയമാണ് എന്നുള്ള ഒരു സന്ദേശമുണ്ട് ഇതിനകത്ത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്തത് ചിത്ര, എനിക്ക് തോന്നുന്നത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നു. അതന്നെ ശ്രേയക്കുട്ടിയൊക്കെ ഉണ്ട്. പെട്ടെന്ന് നമുക്ക് അവരിലേക്ക് പോകാം എന്ന് എനിക്ക് തോന്നുന്നു. താങ്ക് യു അച്ഛ. അതുപോലെ നമുക്ക് അച്ഛന് തൊട്ട് മുമ്പ് എലിസബത്തിന്റെ പാട്ട് കേട്ടു. ഇപ്പൊ വീണ്ടും 2 നൈറ്റിംഗേൽസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. പാലക്കൽ അച്ഛനും ഒരുപാട് നന്ദി. താങ്ക് യു വൺസ് അഗൈൻ ആൻഡ് ഹാർട്ടി വെൽക്കം ചിത്ര അരുൺ. ഇന്ന് ക്രിസ്ത്യൻ ഡിവോഷണൽ മ്യൂസിക്കിൽ വളരെയധികം പാട്ടുകൾ സംഭാവന ചെയ്യുന്ന ഒരു ശബ്ദം.
ഏറ്റവും പ്ലീസിംഗ് ആയ രീതിയിലാണ് ചിത്രയുടെ പല പാട്ടുകളും. ചിത്ര എന്റെ നല്ലൊരു ഫ്രണ്ടും ആണ്. അപ്പൊ ചിത്ര, വെരി ഹാപ്പി ടു ഹാവ് യു ഹിയർ ആൻഡ് ഹാർട്ടി വെൽക്കം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരുപാട് സന്തോഷം. ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ കൂടെ എനിക്കും കൂടി ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സോജു അച്ഛനും ജെയ്സൺ അച്ഛനും അതിന്റെ നന്ദി അറിയിക്കുന്നു. പിന്നെ ടീന പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾ കൂടിയാണ്. എലിസബത്ത് ഉണ്ട്, എല്ലാരെയും കണ്ടു, ശ്രേയകുട്ടിയെ കണ്ടു, കുറെ ആളുകളുണ്ട്. എന്നാലും കൂടുതൽ അടുപ്പുള്ള ആളുടെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ഒരു മതത്തിന്റെ ഒന്നും ഒരു ബാരിയർ ഇല്ലാതെ ഇങ്ങനൊരു എന്താ പറയാ സംഗീത സമൂഹത്തിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അതെ, സംഗീതം നന്മയാണല്ലേ. അപ്പൊ നന്മ തീർച്ചയായിട്ടും. നിറഞ്ഞ സംഗീതം ഞങ്ങൾക്ക് നൽകാനായി ചിത്രയുടെ പാട്ടിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ചിത്രയുടെ ഒരുപാട് പാട്ടുകൾ ഈ ദിവസങ്ങളിലൊക്കെ വർക്ക് നടക്കുന്നുണ്ട്, റിലീസ് നടക്കുന്നുണ്ട് എന്നറിയാം. ഞങ്ങൾക്ക് വേണ്ടി ഒരു നല്ലൊരു പാട്ട് ചിത്ര. തീർച്ചയായിട്ടും പാടാം. എന്നെ ഞാനാക്കിയ പാട്ട് എന്ന് പറയാം, ദൈവം തന്നതല്ലാതൊന്നും എന്നുള്ള. ആ ഒരു പാട്ട് കേട്ടാൽ ചിത്രയുടെ മുഖമാണ് ഓർമ്മ വരാം. ചിത്ര എന്ന് പറഞ്ഞാൽ ആ ഒരുപാട് പാട്ട് ഓർമ്മ വരും. അപ്പൊ ഒരുപാട് സന്തോഷം. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോകുകിൽ, എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിയേകി തീരുമോ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. മെഴുതിരി നാളം തെളിയും പോൽ നീ എന്നാത്മാവിൽ പ്രകാശമായി, ഇരുളല മൂടും ഹൃദയത്തിൽ നിന്റെ തിരുവചനം ദീപ്തിയായി, കാൽവരിക്കുന്നിൻ മനസ്സിൽ കാണും നിന്നു ഞാൻ. ക്രൂശിതന്റെ സ്നേഹരൂപം ഓർത്തു പാടും ഞാൻ. ഓ എന്റെ ദൈവമേ, പ്രാണന്റെ ഗേഹമേ, നിന്നിൽ മറയട്ടെ ഞാൻ. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ശരിക്കും എത്ര അർത്ഥവത്തായ വരികൾ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഗീതം. താങ്ക് യു ചിത്ര. തീർച്ചയായിട്ടും വരികൾ എഴുതിയ രാജേഷ് അത്തിക്കയം, അതേപോലെ ജോജി ജോൺസ്, ഇവര് രണ്ടുപേരും ഇല്ലെങ്കിൽ ഈ പാട്ട് ഒരിക്കലും എനിക്ക് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും ഈ സമയത്ത് ഓർക്കണം. അത് ചില പാട്ടുകള് ചില സമയത്ത് ഇങ്ങനെ എന്നാ പറയാ, ചില ചൂണ്ടുവിരൽ പോലെയാണല്ലേ. എല്ലാവരും എന്നും നിലനിൽക്കുന്ന ചില എവർഗ്രീൻ സോങ്സ്. നമുക്ക് അങ്ങനെ വളരെ ഭാഗ്യപ്പെട്ടു ഒരുപാട് അങ്ങനത്തെ നല്ല എവർഗ്രീൻ സോങ്സ് നമുക്ക് ഇതിനു മുമ്പും ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദൈവം തൊട്ടറിഞ്ഞ ഒരു ഗാനം. ഒന്ന് ചോദിക്കട്ടെ ചിത്ര, ഒരുപാട് പാട്ടുകൾ ചിത്ര, എനിക്ക് തോന്നുന്നു ചിത്ര
ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് വളരെ അല്ലെ ഏറ്റവും കൂടുതൽ അതെ പാടുന്ന ആ ഒരു കാറ്റഗറി ഓഫ് സോങ്സ് ആയിരിക്കും. അതെ ചിത്ര അതെ ഇങ്ങനെയുള്ള അതെ പാട്ടുകൾ പാടുമ്പോൾ എങ്ങനെയാണ് ചിത്രയുടെ ഒരു ദൈവാനുഭവം? എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് ദൈവാനുഭവം എന്നാണോ എന്താ അത് പറയണ്ടേന്ന് എനിക്ക് അറിയില്ല. പക്ഷെ അത് പറയാതെ നിവർത്തിയില്ല. കാരണം ഇപ്പൊ ചിന്തിക്കുമ്പോഴാണ് പണ്ട് എന്റെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിലൊരു പള്ളിയുണ്ട്. അപ്പൊ പള്ളിയിൽ എന്നും പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും നടക്കണ പള്ളിയല്ല. പാലക്കാട് അന്ന് ഞങ്ങളുടെ ഏരിയയിലൊക്കെ പള്ളികളും ഇതൊക്കെ കുറവായിരുന്നു. അപ്പൊ ഈ സിനിമയിലും ഒക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരു ചർച്ചിന്റെ ആംബിയൻസും. പക്ഷെ നമുക്ക് അന്ന് ഉള്ളിലേക്ക് ചർച്ചിലേക്കൊക്കെ കയറാൻ ഒരു പേടിയായിരുന്നു. അത് ചെയ്യണത് തെറ്റാണോ, നമ്മള് ഹിന്ദുക്കളല്ലേ, അപ്പൊ അങ്ങനെ കയറാൻ പാടുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു തെറ്റിദ്ധാരണ അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഒരു ഇഷ്ടം ആ പ്രായത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ ആ പള്ളിയുടെ മുന്നിൽ കൂടെ സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും കുരിശ് വരച്ചിരുന്നു വെറുതെ. അന്ന് പ്രത്യേകിച്ച് ഒന്നും അറിഞ്ഞിട്ടല്ല. പക്ഷെ അന്ന് വരച്ച ഓരോ കുരിശിന്റെയും ഒരു അനുഗ്രഹമായിട്ടാണ് ഇന്ന് ഇത്രയധികം പാട്ടുകൾ പാടാൻ സാധിക്കണമെന്ന് എനിക്കിപ്പോ ചിന്തിക്കുമ്പോ തോന്നാറുണ്ട്. എനിക്ക് അങ്ങനെ ഒരു അനുഭവമാണ് ജെനുവിൻലി എനിക്ക് പറയുകയാണെങ്കിൽ എനിക്കുള്ളത്. അതെ, ചിത്രയുടെ പാട്ടുകൾ എനിക്ക് തോന്നുന്നു ഒരുമാതിരി മിക്ക മെയിൻ സ്ട്രീം മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിട്ടും ചിത്ര വർക്ക് ചെയ്തിട്ടുണ്ട്. നിരവധി ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ ഇപ്പൊ ചിത്ര വളരെയധികം ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന കുറെ നല്ല പാട്ടുകൾ ഉണ്ടാവും. എങ്കിലും ഒരു നല്ല മെമ്മറി ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ സാധിക്കുമോ? ഈ ഒരു ഡിവോഷണൽ മ്യൂസിക്കിൽ താങ്കളുടെ ഉള്ള എന്നും ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല എക്സ്പീരിയൻസ്. എനിക്കത് നല്ല എക്സ്പീരിയൻസ് എന്നാണോ എങ്ങനെ പറയണ്ടേന്ന് അറിയില്ല. കാരണം ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരും എന്ന് വിചാരിച്ച ഒരാളല്ല സത്യത്തില്. പാട്ട് പഠിച്ചിരുന്നു, ക്ലാസിക്കലി ഒക്കെ പഠിച്ചിരുന്നു, കോളേജില് അല്ല സ്കൂളിലും കോളേജിലും ഒക്കെ കോമ്പറ്റീഷനൊക്കെ പങ്കെടുത്തിരുന്നു എന്നല്ലാതെ ഒരു പ്ലേ ബാക്ക് സിംഗിങ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ ഒന്നും ഞാൻ കല്യാണം കഴിഞ്ഞ് എറണാകുളത്ത് വന്ന് സെറ്റിൽ ആവുന്നത് വരെ ഞാൻ കണ്ടിട്ടില്ല. ഗാനമേളയ്ക്ക് പാടിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ തുടക്കകാലത്ത് സ്റ്റുഡിയോയിൽ കയറി പാടുമ്പോൾ ഈ റെക്കോർഡിങ്ങിന് നമ്മൾ എങ്ങനെ വോയിസ് മോഡുലേഷൻ ചെയ്യണം, അല്ലെങ്കിൽ ഇതെങ്ങനെ നമ്മളൊരു പാട്ടിനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കണം എന്നൊന്നും തീരെയും അറിയാത്തൊരു സമയമായിരുന്നു അത്. അപ്പൊ അന്ന് എനിക്ക് ഫീലില്ല എന്ന് എനിക്ക് എല്ലാവരും എന്നോട് കംപ്ലൈന്റ് പറയുമായിരുന്നു. അത് അന്ന് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് അവര് പറയണ സംഗതികളെല്ലാം കൃത്യമായി പാടുക, അല്ലെങ്കിൽ ആ ട്യൂണ് കറക്റ്റ് ആയിട്ട് പാടുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അന്ന് ശ്രദ്ധിച്ചിരുന്നത്. പക്ഷെ പിന്നീടാണ് അതല്ല എന്ന് ഞാൻ മനസ്സിലാക്കി കുറെയൊക്കെ മാറ്റാൻ ശ്രമിച്ചത് കൊണ്ടാണോ എന്താന്നറിയില്ല, എന്തായാലും ഇപ്പൊ അങ്ങനെ ഒരു കംപ്ലൈന്റ് കേൾക്കാറില്ല. അതെനിക്ക് തീർച്ചയായിട്ടും അത് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ആൻസർ പറയാട്ടോ. ഞാനത് വെറുതെ എന്തെങ്കിലും പറയണതിന് പകരം എന്റെ മനസ്സിൽ എനിക്ക് തോന്നിയ 2 കാര്യങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. എനിക്കിപ്പോ അത് കുറേ എനിക്ക് ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ പാടിയ ഒരു ഭാവവും വരില്ലല്ലോ ഈശ്വര, ഇതെങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് കുറെ വിഷമിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെയൊക്കെ ഒരു പ്രതിഫലമായിട്ട് എനിക്ക് ഒരു റിസൾട്ടാണ് ശരിക്കും ഈ ദൈവം തന്നതല്ലാതൊന്നും എന്നുള്ള ഈ ഒരു ഗാനം. തീർച്ചയായിട്ടും എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാരണം ചിത്രയുടെ പാട്ടുകൾ ഒരുപാട് ഹൃദയങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ചിത്ര ഇന്നും എഴുതിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? അല്ല അതെ, അങ്ങനെയല്ല. ആ ഫീൽ ഒട്ടും നഷ്ടപ്പെടാതെ നമുക്ക് ഒരു പാട്ടും കൂടെ കേൾക്കാം. എനിക്ക് തോന്നുന്നു എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ ഒരു പാട്ടും കൂടെ ചിത്ര. തീർച്ചയായും പാടാം. ഇപ്പൊ ഒരു ഓണക്കാലം ആയതുകൊണ്ട് ഒരു ഓണപ്പാട്ട് പാടാമോ? അങ്ങനെ പാടുവോ? അതിന് കുഴപ്പമൊന്നുമില്ല ചിത്രയ്ക്ക്. നമ്മളെല്ലാവരും കാരണം നമ്മള് ശരിക്കും ഈ ഒരു അത്തം നാളിൽ കൂടിയിരിക്കുമ്പോ തന്നെ കേരളീയരായ നാം എല്ലാവരും ആ ഒരു തന്നെയാണ് നിൽക്കുന്നത്, അല്ലെ? അല്ല, ഞാൻ കേറാൻ ജോയിൻ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഇനി അങ്ങനെ ഒന്നും ഇല്ലല്ലോ എന്നൊന്നും ഉറപ്പ് വരുത്തിയതാണ്. ചിത്രയ്ക്ക് ചിത്രയുടെ മനസ്സിൽ പാടാൻ ആഗ്രഹം തോന്നുന്ന ആ ഒരു പാട്ട് ഓണക്കാലം. ഞാൻ പൂവിളി പൂവിളി പൊന്നോണമായി എന്നുള്ള പാട്ടിന്റെ ഒരു പല്ലവി മാത്രം പാടാം. ആയിക്കോട്ടെ. അപ്പൊ ആ ഓണത്തിന്റെ സ്പിരിറ്റ് ഒക്കെ അങ്ങ് എല്ലാവരും അങ്ങ് ഉൾക്കൊണ്ട് നമുക്കും കൂടാം. അതെ, ആയിക്കോട്ടെ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി,
ഈ പൂവിളിയിൽ തമ്മിൽ മുത്തായി മാറും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. അടിപൊളി. ശരിക്കും പൊന്നോണത്തുമ്പി പോലെ വളരെ ലൈറ്റായി ആ ഒരു ശബ്ദത്തില് ഓണത്തിന്റെ ഒരു നൊസ്റ്റാൾജിയ തന്നെ തൊട്ടുണർത്തി. താങ്ക് യു ചിത്ര. വീട്ടില് മക്കളൊക്കെ എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? എല്ലാരും സുഖായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഓണത്തിന്റെ തയ്യാറെടുപ്പുകൾ ഇപ്പൊ നമ്മളെല്ലാരും വീടുകളിൽ ആയിരിക്കുന്ന ഒരു അവസ്ഥയിലാണല്ലോ. അപ്പൊ അവിടെയാണ് ഓണം അല്ലെ? നമ്മുടെ വീടാണ് ഇപ്പൊ ലോകം. അതെ 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 അതെ. ഇപ്പൊ എല്ലാരും ഈ പറഞ്ഞ പോലെ അവനവന്റെ വീടുകളിൽ ഇരുന്ന് എവിടെയും പോവാതെ ആഘോഷിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ സമകാലികമായിട്ടുള്ള ഒരു. അതെ. പക്ഷെ ഈ ഒരു കൂട്ടായ്മയിൽ നമുക്കിതിനു മുമ്പ് നമുക്ക് ദലീമ ചേച്ചി വന്നിരുന്നു, അൽഫോൻസ് ചേട്ടൻ വന്നിരുന്നു, എലിസബത്ത് ഇപ്പോഴും ഉണ്ട് നമ്മുടെ ഗ്രൂപ്പില്. അതെ 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 ഇവരുടെയൊക്കെ പാട്ടുകൾ കേട്ടു. ഇപ്പൊ ചിത്രയുടെ പാട്ടും കേട്ടു. അപ്പൊ നമ്മളൊക്കെ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഈ ഒരു ശബ്ദത്തിലൂടെ, ദൈവം തന്ന ഈ ശബ്ദത്തിലൂടെ ഒരുപാട് പ്രതീക്ഷ എല്ലാവർക്കും പകർന്ന് കൊടുക്കാനായിട്ട് ഒരു വലിയ അനുഗ്രഹം കിട്ടിയവരാണ് നമ്മൾ ഗായകർ. അപ്പൊ നമുക്ക് തീർച്ചയായും അതൊരു വലിയൊരു ഉത്തരവാദിത്വം കൂടിയാണ് അല്ലെ? പ്രാർത്ഥനയോടെ പിന്നെ തീർച്ചയായിട്ടും. ഞങ്ങളും അതെ പ്രാർത്ഥിക്കുന്നു തീർച്ചയായും. ചിത്രയ്ക്ക് ഇനിയും ഹാപ്പി ഓണം. ഹാപ്പി ഓണം, എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. അപ്പോ ചിത്രയുടെ പാട്ടുകൾ കേട്ടു. ശരിക്കും ഭയങ്കര ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നു. ഒത്തിരി നല്ല ശബ്ദങ്ങൾ, നല്ല പാട്ടുകൾ, നല്ല നല്ല വിശേഷങ്ങൾ. അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു എവ്രിബഡി ഈസ് ഡെഫിനറ്റ്ലി എക്സൈറ്റഡ്. കാരണം എല്ലാവർക്കും ഈ ഒരു ഗായിക അവരുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ്. കാരണം ഇവള് പാടിയ പാട്ടുകളെല്ലാം തന്നെ വളരെയധികം ഹൃദ്യമാണ്. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ കേറിയിരുന്ന് പാടുന്ന ഒരു കുഞ്ഞു ഗായിക ഉണ്ടെങ്കിൽ അത് ശ്രേയക്കുട്ടിയാണ്. അപ്പൊ ശ്രേയക്കുട്ടി, ഹാർട്ടി വെൽക്കം ഞങ്ങളുടെ ഈ കൊച്ചു കൂട്ടായ്മയിലേക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? താങ്ക് യു സോ മച്ച്. സുഖമായിട്ടിരിക്കുന്നു, നന്നായിട്ട് പോകുന്നു. ഇന്ന് വർക്ക് ഉണ്ടായിരുന്നല്ലേ? വർക്ക് കഴിഞ്ഞ് ശ്രേയ വന്നതേ ഉള്ളൂ എന്ന് കേട്ടു. അതെ. എന്തൊക്കെയുണ്ട് വീട്ടില്? എല്ലാവരും സുഖമായിരിക്കുന്നോ? അതെ, വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നു. എന്തായാലും ഓണമൊക്കെ വരികയാണല്ലോ, അപ്പൊ ചെറിയ ഓണം പ്ലാനിങ്ങുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ പാട്ടുകൾ എന്തൊക്കെയുണ്ട് ശ്രേയ? പുതിയത് മൂവീസ് ഒന്നും ഞാൻ പാടിയിട്ടില്ല. പക്ഷെ ഈ ആൽബംസ് ആയിട്ടും ഫെസ്റ്റിവൽ സോങ്സ് ആയിട്ടും പിന്നെ സ്വന്തം കവർ സോങ്ങുകളായിട്ടും കുറെ ചെയ്യുന്നുണ്ട്. വളരെ ആക്റ്റീവായി കാണാം ശ്രേയയുടെ പാട്ടുകളും പാട്ടുകളുടെ സ്നിപ്പറ്റ്സും എല്ലാം. അതും വളരെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ട് ശ്രേയയുടെ എല്ലാ കഴിവും പ്രോത്സാഹിപ്പിക്കുന്നത്. എങ്ങനെയാണ് ശ്രേയയുടെ ഒരു മ്യൂസിക്കൽ കരിയർ? വളരെ ചെറിയ ഏജിൽ തന്നെ ഒരു എന്നാ പറയാ, ഞങ്ങളുടെയൊക്കെ സൂപ്പർ സ്റ്റാർ ആയ സെലിബ്രിറ്റി ആയ സിംഗറാണ്, കുഞ്ഞു സിംഗറാണ്. എന്താണ് ശ്രേയയുടെ ഒരു ഓർമ്മ ഈ ഒരു മ്യൂസിക്കൽ കരിയറിൽ? ഈ ഒരു മ്യൂസിക്കൽ കരിയർ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ 4 വയസ്സ് മുതലാണ് പാട്ട് പഠിക്കുന്നത്. അത് ഞാൻ കാലിക്കറ്റ് തന്നെ താമരക്കാട് കൃഷ്ണ നമ്പൂതിരി സാറിന്റെ അടുത്തായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ബിന്നി കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ചെന്നൈയിൽ ബിന്നി മാമിന്റെയും കൃഷ്ണകുമാർ സാറിന്റെയും കീഴിലാണ് പഠിക്കുന്നത്. സതീഷ് ബാബു, കോഴിക്കോട് സതീഷ് ബാബു പറയുന്ന അങ്കിളും എന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇവർ 3 പേരുമാണ് എന്റെ ഗുരുക്കർ. പിന്നെ ഇന്നിപ്പോ അൽഫോൻസ് സാർ ഇവിടെ വന്നല്ലോ, അൽഫോൻസ് സാറിന്റെ സ്കൂളിലും ഞാൻ വെസ്റ്റേൺ പഠിക്കുന്നുണ്ട്. അങ്ങനെ പാട്ട് പഠിച്ച് മ്യൂസിക്കിൽ എല്ലാ തരത്തിലും പഠിച്ച് പോകാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോ അങ്ങനത്തെ ഒരു രീതിയിൽ കാരണം എനിക്ക് പാട്ട് ഇഷ്ടമുള്ളത് കൊണ്ടും ഞാൻ ഈ ലൈഫ് നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ശ്രേയ ഇവിടെ ഇരിക്കുന്നതും ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻ ഡിവോഷണൽ മ്യൂസിക്കില് ശ്രേയ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് അല്ലേ? പെട്ടെന്നൊരു പാട്ട് ഏറ്റവും ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? ഞാൻ എന്റെ അമ്മയെ പറഞ്ഞ പാട്ട്, കുറെ പാട്ടുകളുണ്ട്. എന്നാ പിന്നെ ശ്രേയ നമുക്കങ്ങ് പാടി തുടങ്ങിയാലോ? ഓ ഷുവർ. ഏത് പാട്ടാണ് ആദ്യം പാടുന്നത്? എന്റെ അമ്മയെ തന്നെ പാടാം. ബ്യൂട്ടിഫുൾ. ഓക്കെ, അപ്പൊ നമുക്ക് കേൾക്കാം. തലമുറകൾ തോറും ഭാഗ്യവതി അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ
നിറഞ്ഞവളമ്മ. തലമുറകൾ തോറും പാടും ഭാഗ്യവതിയമ്മ. ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി ഈശോയ്ക്കു വളരാൻ. പറുദീസയായി അമ്മ ദൈവത്തിനു പാർക്കാൻ പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്കു വളരാൻ. അമ്മേ, എന്റെ അമ്മേ, ഈശോയുടെ അമ്മേ, അമ്മേ, എന്റെ അമ്മേ, ഈശോ തന്നൊരമ്മേ. ആവേ മരിയ, കന്യാമാതാവേ, ആവേ മരിയ, കന്യാമാതാവേ, ഈശോയുടെ അമ്മേ, അമ്മേ, എന്റെ അമ്മേ, എന്റെ സ്വന്തം അമ്മ നീ. സൂപ്പർ. താങ്ക് യു. ശരിക്കും ഈ പാട്ട് വൺ ഓഫ് ദ ഒരുപാട് പേർക്ക് വളരെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് അമ്മേന്റെ അമ്മ. എനിക്കും ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ശ്രേയക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമ്മൾ 3 പേരാണ് ഈ പാട്ട് പാടിയത്. പക്ഷെ ശ്രേയ പാടിയപ്പോൾ പാട്ടിന്റെ ഒരു ലെവൽ അങ്ങ് മാറി. പിന്നെ അത് എല്ലാവരുടെയും പാട്ടായി. എനിക്കൊന്ന് ഓരോ വീട്ടിലെയും ഒരു നാഷണൽ ആന്തം പോലെ ആയിപ്പോയി. അമ്മ എന്റെ ഈശോയുടെ അമ്മ. അത്രയും അധികം ഹൃദയങ്ങളിലേക്ക് മോളുടെ ശബ്ദം ഈ ഒരു പാട്ടിനെ കൊണ്ടെത്തിച്ചു. അത് ദൈവത്തിന് വലിയ അനുഗ്രഹമാണ് തീർച്ചയായും. ഒന്ന് ചോദിക്കട്ടെ താങ്ക് യു. ശ്രേയ, ഈ കുഞ്ഞ് ഏജിൽ നമ്മളിങ്ങനെ സ്റ്റുഡിയോയിൽ പോവുക, ഹെഡ്ഫോൺ ഒക്കെ വെക്കുക, പാടുക, നമ്മുടെ പാട്ടുകൾ ഇത്രയധികം ആളുകൾ സ്വീകരിക്കാം. ആ ഒരു കുഞ്ഞ് ഏജിൽ തന്നെ ഇങ്ങനെ ഒരു എക്സ്പോഷർ ഉണ്ടായപ്പോൾ മോൾക്ക് ടെൻഷനോ പേടിയോ അങ്ങനെ എന്തോ അതോ ഫുൾ എക്സൈറ്റ്മെന്റ് ആയിരുന്നോ? ടെൻഷനും പേടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഒന്നാമത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു മെയിൻ ആയിട്ട്. കാരണം മൂവീസിലായാലും റെക്കോർഡിംഗ്, ഇതിപ്പം ഡിവോഷണൽ വർക്ക്സും അങ്ങനെ ആൽബം സോങ്സ് ഒക്കെ ആവുമ്പം സ്റ്റുഡിയോ എക്സ്പീരിയൻസ് പറഞ്ഞത് വേറെ തന്നെയാണല്ലോ. അപ്പം ആ ഒരു ടൈം നല്ലോണം ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അല്ലാതെ പേടി എനിക്ക് അങ്ങനെ അധികം പാടാൻ പേടി അങ്ങനത്തെ സീനുകളൊന്നുമില്ല. ഞങ്ങൾക്ക് ശ്രേയനെ കാണുമ്പോൾ, ശ്രേയയുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ആ കുഞ്ഞ് ശ്രേയല്ലേ എപ്പോഴും ചിരിച്ചുകൊണ്ട് പാടുന്ന ഒരു എന്താ പറയാ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഞങ്ങൾക്കൊക്കെ ഇമോഷണലി കണക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലെ കുട്ടിയെ പോലെയാണ് ശ്രേയദേവ്, ജയദീപ് എന്ന സിംഗർ. തീർച്ചയായും ഒരുപാട് പേര് അവരുടെ പ്രാർത്ഥനകളിൽ ശ്രേയനെ ഓർക്കുന്നുണ്ട്, അനുഗ്രഹിക്കുന്നുണ്ട്. ശ്രേയയുടെ പാട്ടുകൾ ഫിലിമിലാണെങ്കിലും ഇവർക്ക് ഭയങ്കര ഹൃദ്യമാണ്. അപ്പൊ ശ്രേയനെ ഈ ഒരു ഗ്രൂപ്പില് കിട്ടിയപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ശ്രേയയുടെ വൺ ഓഫ് ദി വെരി പോപ്പുലർ സോങ്സ്, നമുക്ക് ആ ഒപ്പത്തിലെ പാട്ടും കൂടെ കുറച്ച് വരികൾ ഇഫ് യു കുഡ് സേ. ഉറപ്പായിട്ടും. കാതൊന്നു കൊത്തിയിട്ട് മാണിക്കക്കല്ലിന്റെ കമ്മലിടും നേരം, തേങ്ങലു മാറ്റുവാൻ തോളത്തെടുത്തിട്ട് പാട്ടും പാടിയില്ലേ, താരകം തന്നൊരു മോതിരം കൊണ്ടു നീ കുഞ്ഞിളം നാവില്ലേ, തൂകിയുടെ തരം ചൊല്ലിത്തരില്ലേ, പകലിരവാകെ ഒരു നിഴലായി കാണുന്ന പിന്നിടുമ്പോൾ കാവലിനെ തുകല്ലേ, കോരയെടുക്കുന്നൊരു നിറയുന്ന സ്നേഹത്തിൻ ശാലയല്ലേ, വരുമോ ചാരിയെ പുതുകനവാശിയെഴുതി കുട്ടികളിലാദ്യ ചിറകുകളിൽ കിലുകിലുന്നു കരിമല
മാലയേകി കുഞ്ഞി ചുണ്ടിൽ പൊന്നേ തന്നു മമ്മൂട്ടി പിച്ച വെക്കാൻ തോന്നി വന്നു കൈനീട്ടി. ശ്രേയ, മൈൻഡ് ബ്ലോയിങ്. താങ്ക് യു. കാരണം ഇങ്ങനെയുള്ള ചില പാട്ടുകള് ഇതെന്നും നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കും. ഇത് ഈ പാട്ടുകളുടെ കമ്പോസിഷൻ ആണെങ്കിൽ പോലും ഇറ്റ്സ് സോ സ്വീറ്റ് മെയ്ഡ് അല്ലേ? അതും ശ്രേയയുടെ ആ സ്വീറ്റ് സൗണ്ടിൽ നമ്മളത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസാ. ഇന്ന് ഈ ഒരു ക്ലബ് ഹൗസ് കൂട്ടായ്മയിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐ എം വെരി ഷുവർ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും. നേരിട്ട് ആ ഒരു സിംഗറിന്റെ ശബ്ദത്തിൽ തന്നെ ഡയറക്റ്റ്ലി കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടായതിന്. അപ്പൊ ശ്രേയക്ക് ഇവരോട് ഒക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? പറയാൻ എന്തായാലും എന്നെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്ത എല്ലാവരോടും താങ്ക്സ് പറയണേ. ജെയ്സൺ അച്ഛൻ, പിന്നെ ഇവിടെ കുറെ ഫാദേഴ്സ് ഉണ്ട്, പിന്നെ എലിസബത്ത് ചേച്ചിനെ കാണുന്നുണ്ട്. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. എന്നെ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്തതിൽ എനിക്ക് ഇങ്ങനെ ഒരു ടൈം നിങ്ങൾ എല്ലാവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു പോയിന്റ് കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഓ അച്ഛാ. ശരിക്കും ശ്രേയ ഞങ്ങളുടെ ഒരു CMI പ്രൊഡക്റ്റ് കൂടിയാട്ടോ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അഭിമാനം കൂടിയുണ്ട്, അതെ അല്ലേ? അതെ അച്ഛാ. ശ്രേയ ഇപ്പൊ പഠിക്കുന്നത് ദേവഗിരിയിലല്ലേ? അത് അതെ, ദേവഗിരി CMI പബ്ലിക് സ്കൂൾ. യെസ്. ശരിക്കും പറഞ്ഞാൽ ഈ എന്താണ് രാജഗിരിയിലേക്ക് വരാനായിട്ടൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം കണ്ടപ്പോ പറഞ്ഞത്, അല്ലേ? അതെ അച്ഛാ. കോവിഡ് ആയതുകൊണ്ട് മാത്രം വന്നില്ല. അതെ. കുഴപ്പമില്ല, ഞങ്ങൾ ഹാപ്പിയാണ്. കാരണം ഒരു CMI സ്കൂളിൽ നിന്ന് മറ്റൊരു CMI സ്കൂളിലേക്കാണല്ലോ. കുഴപ്പമില്ല. സോ വെരി വെൽക്കം വെൻ യു ഗെറ്റ് ദ നെക്സ്റ്റ് ചാൻസ്. താങ്ക് യു. ശ്രേയക്കുട്ടി, അപ്പോ a very hearty and happy Onam wish in advance also. Yeah, same Thank to you so much. എല്ലാവരോടും ഹാപ്പി ഓണം. വീട്ടില് ശ്രേയക്കുട്ടിയുടെ വിശേഷങ്ങൾ ഞങ്ങളെല്ലാരും ഫോളോ ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഇപ്പൊ നമുക്ക് ദലിമ ചേച്ചിയുടെ പാട്ടും ചിത്രയുടെ പാട്ട്, അൽഫോൻസേട്ടന്റെ പാട്ട്, എലിസബത്തിന്റെ പാട്ട്, ഇതൊക്കെ ശ്രേയയുടെ പാട്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഈവനിങ്. അപ്പൊ താങ്ക് യു സോ മച്ച് മോളെ. മോളുടെ എല്ലാ പാട്ടുകൾക്കും ഇനിയുള്ള എല്ലാ വർക്ക്സിനും ഫോർ ഓൾ യുവർ ആക്ടിവിറ്റീസ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ഓണം ടു ഓൾ അറ്റ് ഹോം. താങ്ക് യു സോ മച്ച്. ഉടനെ കാണാമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു വൺസ് അഗൈൻ. ജെയ്സൺ അച്ഛാ, ഡെഫിനറ്റ്ലി വളരെ പോസിറ്റീവ് വൈബ്സ് എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ഒരു ഗ്രൂപ്പില് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പോസിറ്റീവ് മ്യൂസിക്കൽ വൈബ്സ്. കാരണം മ്യൂസിക് തന്നെ പോസിറ്റീവ് ആണല്ലോ, ദൈവം തരുന്ന ഒരു ഗിഫ്റ്റ് ആണല്ലോ. അപ്പോൾ ഐ തിങ്ക് ഒരുപാട് മ്യൂസിക് ഇൻ ദ സെൻസ് ഒരുപാട് മ്യൂസീഷ്യൻസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ലിറിസിസ്റ്റും നമ്മുടെ ഒരു ഗ്രൂപ്പിലുണ്ട്. ഇദ്ദേഹം ഒരു വൈദികനാണ്. ഈ വൈദികന്റെ വളരെ പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് എവറി ടോപ്പ് മ്യൂസീഷ്യനുമായി അച്ഛന്റെ വർക്കുകൾ നടന്നിട്ടുണ്ട്. കമ്പോസേഴ്സ് ആണെങ്കിലും സിംഗേഴ്സ് ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് ആണ്. അച്ഛന്റെ വരികൾ, അച്ഛന്റെ പാട്ടുകളിലെ വരികൾ, സാഹിത്യം എല്ലാം അനേകം ഹൃദയങ്ങളെ സ്പർശിക്കുന്നുണ്ട്. എന്നാൽ വളരെയധികം ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു വ്യക്തി. അപ്പൊ നമുക്ക് സാക്ഷാൽ സോജു തെക്കിനേത്ത് CMI അച്ഛൻ, ഐ വെരി ഹാർട്ട്ലി വെൽക്കം യു. അച്ഛനൊന്ന് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയിൽ അച്ഛന്റെ ഒരു ഫീഡ്ബാക്കും അച്ഛന്റെ വാക്കുകളും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാമെങ്കിൽ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകമായിട്ട് ടീന എന്നെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞതിന് വളരെ സന്തോഷം. എപ്പോഴും നമ്മളെ കുറിച്ച് നല്ലത് കേൾക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു ഉള്ളിലൊരു സന്തോഷമുണ്ടല്ലോ. അത് കൂടാതെ ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരൊക്കെ എൻ്റെ ഗുരുക്കന്മാരായിട്ടൊക്കെ വരും. അതായത് ജെയ്സൺ അച്ഛനും ഉൾപ്പെടെ ഇവരെയൊക്കെ കണ്ടുകൊണ്ടാണ് ഞാനൊക്കെ വളർന്നത്. ഇപ്പൊ ജോൺസൺ പാലപ്പള്ളി അച്ഛനുണ്ട്, അതുപോലെ തന്നെ കരീത്തറച്ചൻ എൻ്റെ ബാച്ചുകാരനാണ്. എൻ്റെ ഇതിനകത്ത് ഏറ്റവും വലിയ എഴുത്തുകാരനും അന്നത്തെ കാലത്ത് പാട്ടുകളൊക്കെ എഴുതിക്കൊണ്ടിരുന്നത് കരീത്തറച്ചനായിരുന്നു. അപ്പോൾ പിന്നെ ജെയ്സൺ അച്ഛൻ പല കാര്യങ്ങളിലും അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ റിയലി ഐ എം പ്രൗഡ് ആൻഡ് ഐ എം ബ്ലെസ്ഡ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചാനൽ തുടങ്ങാനും പിന്നെ കുറച്ച് പാട്ടുകളൊക്കെ എഴുതാനും ഇങ്ങനെയുള്ളതൊക്കെ ഒരു ദൈവനിമിത്തമായിട്ട് ഞാൻ കരുതുന്ന ഒരാളാണ്. അതിന് ഏറ്റവും കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അച്ഛന്മാരൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഒരു കൂട്ടായ്മയിൽ വരാൻ സാധിച്ചാലും. പിന്നെ ടീന പറഞ്ഞല്ലോ കുറച്ച് പാട്ടുകളൊക്കെ എഴുതാനായിട്ട് അച്ഛന് പറ്റിയെന്നുള്ളത്, തീർച്ചയായിട്ടും അതും ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്.
രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, പാടി പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അത് ഞാൻ ഈ പാട്ടുകൾ എഴുതുമ്പോഴാണ് നമുക്കതിൻ്റെ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലായത്. അതായത് ഓരോ വരികൾ നമ്മൾ എഴുതുമ്പോഴും ആ വരി നമ്മുടെ മനസ്സിൽ പതിഞ്ഞങ്ങോട്ട് വരും. അതിൻ്റെ ഒരു പിക്ചറൈസേഷൻ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന രീതിയിൽ അത് പിന്നീട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. പിന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ അതുമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഇഴുകിച്ചേരുകയും അപ്പോൾ ആ എഴുതിയ വാക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കും. നമ്മുടെ ആത്മീയ ജീവിതമാണെങ്കിലും സാധാരണപ്പെട്ട ജീവിതമാണെങ്കിലും. അപ്പം അതുകൊണ്ട് നിങ്ങളൊക്കെ എത്ര വലിയ വലിയ ആളുകളാണെന്ന്, കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും പാട്ടുകൾ പാടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനോട് ശ്രദ്ധിച്ചത്, ഒരു പാട്ട് പാടാൻ പറയുമ്പോൾ പല രീതിയിലും ഒരു മടിയും കൂടാതെ എത്ര സന്തോഷമായിട്ട് എത്ര രസമായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഹൃദയത്തിൽ തട്ടി ഓരോ പാട്ടുകളും പാടുന്നത് കേൾക്കുമ്പോൾ തന്നെ അതൊരു വലിയൊരു ആശ്വാസവും അതുപോലെ തന്നെ നമുക്ക് തോന്നാറുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ പാടാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളാണ്. അതുകൊണ്ട് ആദ്യമേ തന്നെ ജയ്സച്ചന് പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയാണ്. ജയ്സച്ചൻ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിലെ ആശയങ്ങളുടെ ഒരു കൂമ്പാരമാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ആദ്യം മുതൽ കേട്ട് ഞാൻ ആസ്വദിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് ഓരോ പ്രാവശ്യവും ജയ്സച്ചൻ ഇങ്ങനെ ഓരോ ആശയങ്ങൾ പറയുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ഉള്ളത് അവസാനം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന് ശ്രോതാക്കൾ ഒരുപാട് പേര് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പാട്ടിനോട് താല്പര്യമുള്ള എന്തോരം ആൾക്കാരാണ് നമ്മുടെ ഇടയിൽ. അതായത് പാട്ട് പാടുന്നത് കേൾക്കാനും പാട്ടുകാരുടെ വിശേഷങ്ങൾ അറിയാനും അവർ പാട്ട് വന്ന വഴികൾ മനസ്സിലാക്കാനും അതുകൂടാതെ എങ്ങനെയാണ് ഒരു പാട്ട് വരുന്നതെന്നും ആ പാട്ടിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ എത്ര സ്ട്രെയിനും അതുപോലെ തന്നെ അതിനുവേണ്ടി എന്തോരം നമ്മൾ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും എന്തോരം ഉണ്ട്. താഴെയുള്ളവരൊക്കെ പാട്ടുകാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നതും പാട്ടിനോട് താല്പര്യമുള്ളവരാണെന്നാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു പരിപാടി എനിക്ക് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഒരു 2-3 മാസമൊക്കെ കൂടുമ്പോൾ നടത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ടീന, അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കൊമ്പയറായിട്ട് വന്ന മാത്യു അച്ഛൻ, പിന്നെ അതിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തിൻ്റെ പേര് ക്ലിൻറ്റൺ, അതെ, വളരെ ഭംഗിയായിട്ട് ഇത് നടത്തുന്നുണ്ട്. അപ്പം എന്നെ വിളിച്ചതിനും പ്രത്യേകിച്ച് ജെയ്സൺ അച്ഛൻ്റെ ഈ ഒരു സംരംഭത്തിനും മാത്യു അച്ഛനും അതുപോലെ തന്നെ ജോൺസൺ അച്ഛനും എല്ലാവരോടും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ. ദൈവം അനുഗ്രഹിക്കട്ടെ. പലപ്പോഴും നമുക്കൊരു നല്ലൊരു ലീഡർ ഉണ്ടാകുമ്പോഴാണ് ഫോളോവേഴ്സിനെല്ലാം നല്ലൊരു ഊർജ്ജമുള്ളത്. അപ്പൊ നല്ലൊരു ലീഡറായ സോജോച്ചനും ഇവിടുത്തെ എല്ലാ ബഹുമാന്യരായ വൈദികർക്കും ഒരുപാട് നന്ദി. ഈ ത്രൂ ഔട്ട് ഈ ഒരു ഈവനിങ് വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കാൻ സാധിച്ചു, ശബ്ദങ്ങൾ കേൾക്കാൻ സാധിച്ചു. ആൻഡ് ഇപ്പോൾ ഹേബിന്റെ പാട്ടും കൂടെ കേട്ടപ്പോൾ ഇറ്റ്സ് ലൈക്ക് യുനോ ദ ചെറി ഓൺ ടോപ്പ് ഓഫ് ദ പുഡിംഗ്. ബ്യൂട്ടിഫുൾ. ഓ മൈ താങ്ക് യു ഗോഡ്, സോ താങ്ക് മച്ച്. യു. വളരെ അനുഗ്രഹം നിറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ സെഷൻ. കാരണം ഇവിടെ സംസാരിച്ചതെല്ലാം ദൈവത്തിന്റെ നാമത്തിൽ ഉതിർന്ന വരികളിൽ സുന്ദരമായി ചാലിച്ച സംഗീതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ശബ്ദങ്ങളിൽ ദൈവത്തിന്റെ തന്നെ സ്വർഗത്തിന്റെ വലിയ സന്തോഷവും വലിയ സമാധാനവും നമ്മുടെയൊക്കെ ഈ കൂട്ടായ്മകളിൽ, നമ്മുടെയൊക്കെ വീടുകളിൽ, നാം ആയിരിക്കുന്ന ഓരോ അവസ്ഥകളിലും പകർന്നു നൽകുന്ന ഒരു അനുഭവം. ഞാൻ വിശ്വസിക്കുന്നു നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ നമുക്ക് സന്തോഷവും നമുക്ക് ഒരു കുഞ്ഞു സ്വർഗം പണിപ്പെടാൻ ദൈവം തന്നിരിക്കുന്ന താലന്തുകളെ ഉപയോഗിക്കാൻ ദൈവം നമ്മുടെയൊക്കെ ഓരോ ഇൻസ്ട്രുമെന്റ്സ് ആക്കുമ്പോൾ അവിടെ ദൈവം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് എല്ലാ മഹത്വവും നൽകിക്കൊണ്ട് ഈ ഒരു സമയം ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട അനേക ആർട്ടിസ്റ്റുകളെ നമുക്ക് കേൾക്കാനും അവരുടെ വിശേഷങ്ങൾ അറിയാനും സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇന്ന് ഇപ്പൊ ഇത്രയും സമയം നമ്മുടെ കൂടെ ആയിരുന്ന എല്ലാവർക്കും നന്ദി പറയാനായിട്ട് സ്നേഹപൂർവ്വം പാലപ്പള്ളി അച്ഛനെ വിളിക്കുകയാണ്. അച്ഛാ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളം ജന്മം കൊടുത്തിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ പ്രസംഗകനായിരുന്ന സുകുമാർ അഴീക്കോട് ഒരിക്കലും ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു: ദൈവമേ, എന്റെ എല്ലാ കഴിവുകളും അങ്ങ് എടുത്തുകൊള്ളുക, എനിക്ക് പാട്ട് പാടാനുള്ള വരം മാത്രം തന്നാൽ മതി. നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എങ്കിലും എനിക്ക് പാട്ട് പാടാനുള്ള കഴിവ് ഒരാൾക്കില്ല എങ്കിൽ അയാൾ എന്തുമാത്രം ദരിദ്രനായി തീരുന്നു എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് സുകുമാർ അഴീക്കോട് പറഞ്ഞതിന്റെ ഈ വാക്കുകൾ. ഞാനും പലപ്പോഴും ദൈവത്തോട് കലഹിക്കുന്ന ഒരു കാരണം മാത്രമുള്ളൂ: ദൈവമേ, എന്തുകൊണ്ട് പാട്ടിന്റെ വരം എനിക്ക് തരാതെ എന്തുകൊണ്ട് ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു? ദൈവത്തോട് കലഹിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഞാൻ ദൈവമായിട്ട് സന്ധിസംഭാഷണത്തിൽ ഏർപ്പെട്ടു. പാട്ട് പാടുന്നവരെയും പാട്ടിന്റെ അംശങ്ങളെയൊക്കെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക, കേൾക്കുക. പാട്ട് ആസ്വദിക്കാനായിട്ട് ആരുടെയും അനുവാദം വേണ്ട. അതുകൊണ്ട് ആ റോളാണ് ഞാനിപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ഇങ്ങനൊരു പാട്ട് പരിപാടി ഉണ്ടോ എന്ന് ഞാൻ എന്റെ സഹവൈദ്യരോട് പറഞ്ഞപ്പോഴേക്കും പൂച്ചയ്ക്ക് പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്ത് കാര്യം എന്നതുപോലെ തന്നെ പാട്ട് പാടുന്നിടത്ത് പാലപ്പള്ളിക്ക് എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചിരിച്ചു. എന്നിരുന്നാലും വളരെ രസകരമായിരുന്നു. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിയെ ഒരുപക്ഷെ ക്ലബ് ഹൗസിന്റെ ചരിത്രത്തെ ഇളക്കി മറിച്ച അല്ലെങ്കിൽ ആയിരങ്ങൾ അണിനിരുന്ന ഒരു മഹാപ്രകടനം ഒന്നും
വിശേഷിപ്പിക്കാൻ സാധിക്കില്ല എങ്കിലും ഒരു വലിയ തറവാട്ടിന്റെ മുറ്റത്ത് എല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന വർത്താനം പറഞ്ഞും പാട്ടുപാടിയും വിശേഷങ്ങൾ പങ്കുവച്ചും ഹൃദയങ്ങൾ പങ്കുവച്ചും കൈകൾ കോർത്തും ഹൃദയങ്ങൾ ചേർത്തുമൊക്കെ നമ്മൾ ആ സമയം ചെലവഴിച്ചത് എങ്ങനെയെന്നറിയില്ല. അത്രമാത്രം കൃത്യമായിരുന്നു. ഒരു കൊച്ചു കുടുംബത്തിന്റെ, ഒരു വലിയ കൂട്ടുകുടുംബത്തിന്റെ ഒരു ഹൃദ്യത നമ്മുടെ ഈ പാട്ടിലും സംസാരത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങൾ പങ്കുവെക്കുന്നതിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടുവിശേഷങ്ങൾ പറയുന്നതിലും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ മനോഹരമായ ഒരു വെള്ളിയാഴ്ച സന്ധ്യയായിരുന്നു എന്ന് ഇത് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കുവാനായിട്ടും ഒരു പരിധിവരെ അഹങ്കരിക്കുവാനായിട്ടും സാധിക്കും എന്നാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്. മലയാളിയുടെ മനസ്സിലേക്ക് ഈ പാട്ട് ആദ്യം ഒഴുകിയെത്തിയത് മൊബൈൽ ഫോണിൽ കൂടെയോ ടെലിവിഷനിൽ കൂടെയോ ഒന്നുമല്ല, മറിച്ച് ഒറ്റ സ്പീക്കറുള്ള ഒരു മോണോ റേഡിയോയിൽ കൂടിയാണ്. അത്തരത്തിലുള്ള ഒരു നൊസ്റ്റാൾജിക് എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറെ നിമിഷങ്ങളിലൂടെ കടന്നുപോയത് എന്ന് ഞാൻ തീർച്ചയായിട്ടും സന്തോഷപൂർവ്വം ഓർക്കുകയാണ്. തീർച്ചയായിട്ടും ഒത്തിരി പേരോട് അതിന് കടപ്പാടുണ്ട്. തീർച്ചയായിട്ടും ആദ്യമായിട്ട് ജെയ്സനച്ചനോടാണ്. ജെയ്സനച്ചന്റെ തലച്ചോറ് തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജിന് തീർച്ചയായിട്ടും കൊടുക്കണം. കാരണം നിലയ്ക്കാത്ത ആശയങ്ങളുടെ ഉറവിടമാണ്. ഒരു കടലിലെ തിരമാലകൾ വരുന്നവരെയാണ്. ഒരാശയം വന്നു, തിരമാലകൾ തീരത്തെ ഒഴുകി, അതിനുശേഷം അടുത്തത് ഇങ്ങനെ നിലയ്ക്കാത്ത ആശയങ്ങളുടെ ഒരു പ്രവാഹമായ ജെയ്സച്ചന്റെ തലയിൽ നിന്ന് ഏറ്റവും ഒടുവിലായിട്ട് ക്ലബ് ഹൗസ് നടത്തിയ ഒരു സംഭാവനയാണ് തീർച്ചയായിട്ടും ഈ ക്രിസ്തീയ ഭക്തിഗാന ഗായകരുടെയും ആസ്വാദകരുടെയും കൂട്ടായ്മ എന്ന് പറയും. അതുകൊണ്ട് ജെയ്സനസിന്റെ തീർച്ചയായിട്ടും അതിനുള്ള സകല ക്രെഡിറ്റ് ജെയ്സനത്തിന് കൊടുക്കുക, ജെയ്സച്ചന് കൽപ്പിച്ചു നൽകുകയും തീർച്ചയായിട്ടും ജെയ്സനച്ചന് ഇവിടെ കൂടിയിരിക്കുന്ന പാട്ടുപാടികളുടെയും ശ്രോതാക്കളുടെ എല്ലാവരുടെയും പേര് ഏറ്റവും കൃത്യമായി നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ ഈ പാട്ടിനെ വളരെ മനോഹരമായിട്ട് നമ്മുടെ ഡാമിയൻ, ടീന, കരീത്ര, ആത്രയം വളരെ മനോഹരമായിട്ട് നിങ്ങളതിനെ എന്ത് രസമായിട്ടായിരുന്നു നിങ്ങൾ മുമ്പോട്ട് കൊണ്ടിരുന്നത്. ഒരിക്കലും ഒരു വാക്കും പാട്ടുകൾക്കിടയിൽ അനുഭവപ്പെടാനില്ല. ഈ പാട്ടുകൾക്കിടയിലുള്ള നിങ്ങളുടെ സംഭാഷണങ്ങൾ പോലും മനോഹരമായ ഒരു സംഗീതം പോലെ ആസ്വദിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്കിടയിലുള്ള ആ ഒരു കെമിസ്ട്രി എന്തോ അതിനെക്കുറിച്ച് എന്താ പറയുന്ന രീതിയില്ല, ആ ലയം, ആ ഹാർമോണിയസ് ആ ഇന്ററാക്ഷൻ ഒക്കെ വളരെ മനോഹരമായിരുന്നു. തീർച്ചയായിട്ടും ഡാമിനെ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നമിക്കണം. ക്രിസ്തീയ യുദ്ധത്തിന്റെ നാവാണ് ഡാമിൻ. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ കോവിഡ് ആയിരുന്നു. ഡാമിന് ആദ്യം കോവിഡ് ആയതുകൊണ്ട് ഇതിന് വരാൻ പറ്റില്ല എന്നറിഞ്ഞപ്പോൾ തന്നെ ഒത്തിരി സങ്കടമായിരുന്നു. എന്നിരുന്നാൽ പോലും കോവിഡിനെ പോലും തോൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഡാമിൻ വന്നു. ഡാമിന് പ്രത്യേകം നന്ദി. അതോടൊപ്പം തന്നെ ടീനയുടെ ആ ടോൺ തീർച്ചയായിട്ടും നല്ല ഒരു പാടി തെളിഞ്ഞ അല്ലെങ്കിൽ പറഞ്ഞ് തഴകിച്ച ഒരു നല്ല ഒരു ആങ്കറുടെ എല്ലാവിധ ഭാവങ്ങളും ടീന എടുത്തു. അതുപോലെ തന്നെ കരീത്രച്ചൻ ഞങ്ങള് സെമിനാരിൽ ഒത്തിരി കാലം ഉണ്ടായിരുന്നു. ഒരുമിച്ച് വളർന്നവരാണ്. കരീത്രച്ചന്റെ സംഗീത എക്സ്പീരിയൻസ് ഒക്കെ ഇതിന്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് വന്നപ്പോഴേക്കും തേങ്ങായും പുട്ടും ഒക്കെ ഒരുമിച്ച് പോയതുപോലെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൊണ്ട് ഈ നമ്മുടെ ഈ ഹോസ്റ്റ് ത്രയങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ എപ്പോഴും പാട്ടുകാർക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കിക്കൊണ്ട് സുജിത് രവീന്ദ്രനും അദ്ദേഹത്തിന്റെ മാന്ത്രിക വിരലുകൾ കീബോർഡിൽ ഓടുന്നുണ്ടായിരുന്നു. നല്ലൊരു പശ്ചാത്തലം എന്നുള്ള പാട്ടുമായിട്ട് നമുക്ക് നല്ലൊരു ഓപ്പണിംഗ് നൽകി സുജിത് സുരേന്ദ്രന് നന്ദി. അതുപോലെ ടെക്നിക്കൽ സപ്പോർട്ട് നമുക്ക് മറക്കാൻ പറ്റില്ല. അവരുടെ സ്വരം നമ്മൾ കേട്ടില്ലെങ്കിൽ പോലും അലനും ഇതിനൊക്കെ ഒത്തിരി നന്ദി അറിയിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്നുള്ള മറ്റൊരു ഭീകരൻ എന്ന് തന്നെയാണ് വിളിക്കുന്നത് സോജിത് തെക്കിനേത്തച്ചൻ. അദ്ദേഹം എന്ത് ചെയ്യും, നാളെ എന്ത് ചെയ്യും എന്ന് അദ്ദേഹം നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല. അത്രമാത്രം സാധ്യതകളുടെ ഒരു കുമ്പാരമാണ് ഭൂമിയുടെ സോജിത് തെക്കിനേത്തച്ചൻ. അദ്ദേഹം സംഗീത രംഗത്ത് ഇപ്പൊ കൊടുത്തിരിക്കുന്ന സംഭാവനകളൊക്കെ നമ്മൾ നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിന്റെ ഗുണ്ടാവിസ്ത എന്ന് പറയുന്ന ചാനലിൽ കൂടെ അദ്ദേഹം നടത്തുന്ന മാജിക്കൽ വർക്കുകൾ നമ്മുടെ ഭക്തിഗാന രംഗത്തെയും അതുപോലെ തന്നെ ക്രിസ്തീയ ചിന്താരംഗത്തെയും സാമൂഹ്യ രംഗത്തെയും ഒത്തിരി ഉയർത്തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സോജിത് തെക്കിനേത്തച്ചന്റെ ആ സാന്നിധ്യത്തിൽ അമേരിക്കയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് ബിസി ഷെഡ്യൂളിൽ വരുന്നത്. സോജിത് തെക്കിനേത്തച്ചന് തീർച്ചയായിട്ടും നമുക്ക് നന്ദി പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ പാട്ട് പാടാനായിട്ട് വന്ന എനിക്ക് ഏറ്റവും അൽഫോൻസോ, ദലീമ, എലിസബത്ത്, പിന്നെ പാലക്കലച്ചൻ, ചിത്ര, അരുൺ, പിന്നെ ശ്രേയ, ഇവരുടെയൊക്കെ വാക്കുകളിൽ ഉണ്ടാകുന്ന ആ വിനയത്തിന്റെ സംഗീതമുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് ഞാൻ പറയാൻ സാധിക്കും. പാട്ട് വളരെ മനോഹരമായിരുന്നു. പക്ഷെ അവരുടെ ജീവിതം പ്രഘോഷിക്കുന്ന ഈ താളം തെറ്റാത്ത എത്ര ഉയരങ്ങളിൽ എത്തിയാലും ഈണവും ശ്രുതിയും താളവും പറ്റാത്ത അവരുടെ ജീവിതത്തിന്റെ സുവിശേഷമാണ്. അത് നമ്മൾ ഈ വരികൾക്കിടയിൽ വായിച്ചെടുക്കേണ്ട ഒരു വലിയ ഒരു മനോഹര സുവിശേഷമാണെന്ന് പറയാം. അൽഫോൻസ് ആണെങ്കിൽ ഒരു സെക്യുലർലി ലോകത്ത് ജീവിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന്റെ സുവിശേഷ ആദർശങ്ങളിൽ അദ്ദേഹം അടിയുറച്ച് വിശ്വസിക്കുന്ന. അതുപോലെ ദലീമ ഒരു ജനപ്രതിനിധിയാണ്. എന്നിരുന്നാൽ പോലും ഈശോയോടുള്ള സ്നേഹം ഒരിക്കലും ദലീമ കൈവിടുന്നില്ല. അതുപോലെ എലിസബത്തിന്റെ വിനയവും അതുപോലെ ക്രിസ്തീയ ഭക്തി രംഗത്തെ പെരുന്തച്ഛൻ എന്ന് എല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാവുന്ന പാലക്കലച്ചനും കേരള സഭയ്ക്ക് നഷ്ടമാണ്. അദ്ദേഹം അമേരിക്കയ്ക്ക് പോയതുകൊണ്ട്. എന്നാൽ പോലും അദ്ദേഹത്തിന്റെ അതൊരു റൂട്ട് അദ്ദേഹത്തിന് ഇവിടെ ഉണ്ടോ എന്ന് നമുക്ക് ആശയം. അതുപോലെ ചിത്രായനോടാണെങ്കിൽ പിന്നെ ശ്രേയക്കുട്ടിയുടെ മനോഹരമായ, അദ്ദേഹം വളരെ മച്ചുറായിട്ട് കുട്ടിയുടെ ഒരു ഓർമ്മയാണ് നമ്മുടെ മനസ്സിലുള്ളത്. എന്നിരുന്നാലും ശ്രേയക്കുട്ടിക്ക് സംസാരിച്ചപ്പോൾ എത്ര മച്ചുറായിട്ട് സംസാരിച്ചു. അതിന്റെ ഇടയ്ക്ക് അവസാനമായിട്ട് സംസാരിച്ച
അതുപോലെ തന്നെ നമുക്ക് വളരെ സന്തോഷകരമായ പിന്നെ ഹേബിൽ അങ്ങനെ എല്ലാവരും സംസാരിച്ചു എന്നാൽ പോലും ഈ വെള്ളിയാഴ്ച സന്ധ്യ ഇപ്പോഴും നമ്മുടെ ഹൃദയങ്ങളിൽ തങ്കലിവുകളിൽ എഴുതി ചേർത്ത് വെക്കണം. വലിയ ഒരു ആൾക്കൂട്ടങ്ങളുടെ ആരോപണം ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാൽ പോലും ഉള്ളവരുടെ ഹൃദയ ഐക്യബന്ധമാണ് ഈ പരിപാടിയുടെ ഏറ്റവും കാതൽ എന്ന് പറയാൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ പാട്ട് പാടിയപ്പോൾ ഇസ്രായേലിൽ നിന്ന് പോലും ആൾക്കാർ നമ്മുടെ കേൾവിക്കാരായിട്ടുണ്ടായിരുന്നതുകൊണ്ട് കേൾവിക്കാരായിരുന്നവർക്കും അതുപോലെ പാട്ട് പാടിയവർക്കും ഈ പരിപാടി വൻപിച്ച വിജയമാക്കി തീർത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നല്ല ഒരു സന്ധ്യ ഉറക്കം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ടീനയ്ക്ക് കൈമാറുന്നു മൈക്ക്. താങ്ക് യു സോ മച്ച് അച്ഛ. അച്ഛന്റെ ഹൃദ്യമായ വാക്കുകൾക്കും സുന്ദരമായി ഇതെല്ലാം കൊളേറ്റ് ചെയ്തതിനും. ഈ ടീനെ എല്ലാവരെ കുറിച്ചും മനോഹരമായിട്ട് സംസാരിച്ചു. ടീനയെ കുറിച്ച് സംസാരിക്കാവോ? ഞാൻ ബേസിക്കലി ഒരു ടെക്കിയാണ്, പക്ഷെ ഐ എം എ സിംഗർ സോങ് റൈറ്റർ. മ്യൂസീഷ്യൻ, ഒരു സിംഗർ ആയിട്ടാണ് കൂടുതൽ ഞാൻ അറിയപ്പെടുന്നത്. പിന്നെ പാടിയ ക്രിസ്ത്യൻ ഡിവോഷണൽ മ്യൂസിക് തന്നെയാണ് കൂടുതലായും ഞാൻ എന്റെ സിംഗിങ് ആയിരിക്കുന്നത്. കുറേ നല്ല പാട്ടുകൾ പാടാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും പാട്ടുകൾ ഇങ്ങനെ പോകുന്നു. പിന്നെ ഞാൻ എല്ലാരും പറഞ്ഞതുകൊണ്ട് പറഞ്ഞ ഞാനൊരു ആങ്കറും കൂടെയാണ്. ഞാൻ ഷാലോം, ഗുഡ്നസ് അങ്ങനെയുള്ള കുറെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഐ എം ഓൾസോ വോയിസ് ആർട്ടിസ്റ്റ്. അപ്പോൾ ഞാനിങ്ങനെ ഡബിങ്ങും വോയിസ് ഓവർ പ്രസന്റേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. കണ്ടന്റ് റൈറ്റിംഗ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രിയേറ്റീവ് സൈഡ് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഐ വാസ് കംഫർട്ടബിൾ. പക്ഷെ എടുത്തു പറയേണ്ടത്, എനിക്ക് തോന്നുന്നു ഈ ഒരു കൂട്ടായ്മ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ വളരെ ഇഗ്നറന്റ് ആയിരുന്നു അബൌട്ട് ക്ലബ് ഹൗസ് ആൻഡ് ഹൗ ഇവിടെ നടക്കുന്ന പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു. പക്ഷെ വളരെ വളരെ കൈൻഡായി, വളരെ ലവിങ് ആയി ഇവരെല്ലാവരും ഹാൻഡ് ഹോൾഡ് ചെയ്തു. ജേസൺ അച്ഛൻ ആൻഡ് ക്ലിന്റൺ. സോ ദിസ് വാസ് റിയലി വെരി ഗുഡ്. എല്ലാവരും പല പല സ്ഥലങ്ങളിലായിരുന്നിട്ട് പോലും പരസ്പരം എനിക്ക് ഇവരെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നില്ല. എങ്കിലും ആ ഒരു നമ്മളൊക്കെ ഭയങ്കര കുറെ നാളത്തെ പരിചയമുള്ള പോലെ തന്നെയാണ് ഞങ്ങൾ ആസ് എ ടീം വർക്ക് ചെയ്തത്. സോ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു ദ പീപ്പിൾ ബിഹൈൻഡ് ഇറ്റ്. ആൻഡ് താങ്ക് യു സോ മച്ച് എന്നെയും കൂടെ ഈ ഒരു കൂട്ടായ്മയുടെ ഒരു ഭാഗം ആകാൻ മനസ്സ് കാണിച്ചതിന്. എനിക്ക് തോന്നുന്നു സോജു അച്ഛനും വർഗീസ് അച്ഛനും ഒക്കെയാണ് എന്റെ കോണ്ടാക്ടും പേരും ഒക്കെ കൊടുത്തത്. താങ്ക് യു വെരി മച്ച്. സംഗീതം ദൈവികമാണ് അല്ലെ? അപ്പൊ ദൈവത്തിൽ നിന്ന് വരുന്നതെല്ലാം നന്മയാണ്. നന്മ നിറഞ്ഞ ഒരുപാട് നിമിഷങ്ങൾ, നന്മ നിറഞ്ഞ വാക്കുകൾ, നന്മ നിറഞ്ഞ ദിവസങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്തിന്റെയും ക്ലേശത്തിന്റെയും ഭീതിയുടെയും അന്തരീക്ഷം നമ്മളുടെ കുടുംബങ്ങളിലും നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ പോലും അതിനെല്ലാം അതിജീവിക്കുന്ന പ്രകാശത്തിന്റെ വലിയൊരു കിരണമായി സംഗീതം എന്നൊരു ദാനം ദൈവം നൽകിയതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിൽ എനിക്ക് തോന്നുന്നു ഒരു മെഴുകുതിരി പോലെ, ആ തിരി നൽകുന്ന വെട്ടം പോലെ ഇതും കടന്നു പോകും. നമ്മള് ഇതെല്ലാം കടന്ന് കൂടുതൽ അറിവും കൂടുതൽ ഉയരവും കീഴടക്കാനായി സ്വർഗം അനുവദിക്കും. ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട കലാകാരന്മാർ വന്നു. അവരുടെ വിശേഷങ്ങളും പാട്ടുകളും എല്ലാം കേൾക്കാൻ സാധിച്ചു. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ജേസൺ അച്ഛൻ ആൻഡ് ഹിസ് ടീം. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലെസ്. നമുക്കറിയാം, ഇങ്ങനെയൊരു ഉദ്യമം ആദ്യം വിരിഞ്ഞത് അച്ഛൻ പറഞ്ഞ പോലെ മെഡിക്കൽ കോളേജിന് സ്പെഷ്യലായി ഈ തലച്ചോറ് ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ജേസൺ അച്ഛന്റെ ആ ഒരു ബ്രെയിനായിരുന്നു. അപ്പോ തീർച്ചയായും നമ്മൾ ഈ ഒരു ഈവനിങ്ങിന്റെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഒരു എൻഡിലേക്ക് ഡ്രോ ചെയ്യുമ്പോൾ എനിക്ക് തോന്നും ജേസൺ അച്ഛൻ തന്നെ അച്ഛൻ്റെതായ ഒരു എക്സ്പീരിയൻസും അച്ഛൻ്റെ ഒരു ഇവാലുവേഷനും ഇങ്ങനെ ഒരു ഉദ്യമം കൊണ്ട് ഉദ്ദേശിച്ച ആ ഒരു നന്മ കൈവരിക്കാൻ സാധിച്ചതിന്റെ ആ ഒരു സന്തോഷവും പങ്കുവെക്കുക അച്ഛാ. ജേസൺ അച്ഛാ. ഹലോ ടീന, എന്തു പറയണമെന്ന് എനിക്കറിയില്ല, പക്ഷേ വളരെ മനോഹരമായി. എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ട് തന്നെ തമ്പുരാന് നന്ദി പറയണം. കാരണം ഈ പരിപാടി ഒത്തിരി അധികം കാര്യങ്ങൾ ഒരുമിച്ച് വരേണ്ട, ഒത്തിരി പെർമുട്ടേഷൻസ് കോമ്പിനേഷൻസ് ഒക്കെ ഒരുമിച്ച് വരേണ്ട ഒരു പരിപാടിയായിരുന്നു. കാരണം ഇത്രയധികം ആളുകൾ, പ്രത്യേകിച്ച് നല്ല പാട്ടുകാർ, അവർ പല സ്ഥലങ്ങളിൽ നിന്നും ആദ്യമായിട്ടാണ് ഇവർ പലരും ഈ ഒരു ക്ലബ് ഹൗസിൽ തന്നെ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമിന് വരുന്നത് തന്നെ. അപ്പം അങ്ങനെ ഒത്തിരി ചലഞ്ചസ് ഉള്ളൊരു ഇവൻ്റ് ആയിരുന്നു. പക്ഷേ നമുക്കറിയാം, എല്ലാം വലിയ വലിയ സ്റ്റെപ്പുകളും ഒരു ചെറുതിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ ചെറിയ സ്റ്റെപ്പിന് എനിക്ക് തോന്നുന്നു വലിയൊരു അർത്ഥമുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് മദർ തെരേസയൊക്കെ പലപ്പോഴും പറയാറുണ്ടല്ലോ, ചെറിയ ആ സ്റ്റെപ്പുകൾക്കാണ് ഏറ്റവും വലിയ വില. നമ്മുടെ അസീസി പുണ്യാളൻ്റെ ചരിത്രത്തിലും അത് തന്നെയുണ്ട്. ഓരോരോ കല്ലുകൾ എടുത്ത് വെക്കുന്ന അസീസി പുണ്യാളൻ്റെ ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ എല്ലായിടത്തും ഉണ്ട്. അതിലെ ഏറ്റവും ചെറിയൊരു കല്ലായിരുന്നു ഇത്. അത് പലപ്പോഴും വളരെ മനോഹരമായിട്ട് പറഞ്ഞു. ഇതൊരു ഇളക്കി മറിച്ചൊരു പരിപാടിയൊന്നുമല്ല, ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല.
പക്ഷെ അതേസമയം തന്നെ അതൊരു ചെറിയ കല്ലായിരുന്നു. ആ കല്ലിന് പിന്നിലുള്ള കുറേ ചിന്തകളുണ്ടായിരുന്നു. ആ ചിന്തകളുമായിട്ട് സഹകരിച്ച ഒത്തിരി വ്യക്തികൾ നന്ദിപൂർവ്വം ഓർക്കുന്നു. ക്ലിൻറ്റൺ, ദിലീമ ചേച്ചി, അതോടൊപ്പം തന്നെ അലൻ നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് ആദ്യം തുടക്കത്തിൽ വന്നായിരുന്നു. എല്ലാവരും ഈ ഒരു മഹാമാരിയുടെ കോവിഡിന്റെ പിടിയിൽ എന്നിട്ട് പോലും വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിലിമ ചേച്ചിയൊക്കെ ആണെങ്കിൽ പുറത്ത് ഇറങ്ങി നിന്ന് മഞ്ഞത്ത് നിന്നിട്ടാണ് സംസാരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ദിലിമ ചേച്ചിയെ വിളിക്കാൻ അല്പം വൈകിപ്പോയി. കാരണം നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് കൃത്യസമയത്താണ് വിളിച്ചെങ്കിലും ദിലിമ ചേച്ചി അല്പം നേരത്തെ വന്ന് പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അതുപോലും ഒന്നും കൺസിഡർ ചെയ്യാതെ ഇത്രയും സ്മൂത്തായിട്ട് പലരും സൂചിപ്പിച്ചതുപോലെ അവരുടെ എളിമ, അതൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് പിടിച്ചുലയ്ക്കും. പിന്നെ ഓരോരുത്തരും ഇതിന് വന്നിരിക്കുന്ന ടീമങ്ങളും ഭയങ്കര എഫേർട്ടാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ഞാനും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതോടൊപ്പം തന്നെ ടീന അമ്പരപ്പിച്ച് കളഞ്ഞു കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ക്ലബ് ഹൗസിൽ ഒരു പുതിയ നമുക്കൊരു ഹോസ്റ്റിനെ കിട്ടി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ക്ലബ് ഹൗസ് ഒരു ഭാവിയിലൊരു ഒരു FM റേഡിയോ സ്റ്റേഷന് പതിനായിട്ട് മാറും എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യൻ FM-ൻ്റെ അതിൻ്റെ ഒരു ഒന്നാമതൊരു ഹോസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ടീന, അതുപോലെ തന്നെ ക്ലിൻറ്റൺ ഓൾറെഡി ആണ്. അപ്പം അങ്ങനെയുള്ള ലീഡർഷിപ്പുകൾ വളർന്നു വരുന്ന കാണുന്നതിൽ ഒത്തിരി സന്തോഷം. അപ്പം അങ്ങനെ ഒരു കഫർണം കവലയായിട്ട് മാറാനായിട്ട് ഇതിന് സാധിച്ചു. ഒരു ചെറിയൊരു കവല വട്ടം കൂടിയിരുന്ന് ഒത്തിരി സന്തോഷം. തമ്പുരാന് നന്ദി. ഇത് മുന്നോട്ട് പോകട്ടെ. സൗജോച്ചനെ കണ്ടല്ലോ, സൗജോച്ചനൊക്കെയാണ് ഇതിന്റെ ആശാന്മാര്. ഇപ്പൊ നമ്മളൊക്കെ ഞാൻ പറഞ്ഞൊരു സൗജോച്ചിന്റെയും അല്ലെങ്കിൽ പാലപ്പിള്ളേച്ചിന്റെയും അടുത്ത് പോലും നിൽക്കാനുള്ള യോഗ്യത എനിക്കില്ല ഈ കാര്യത്തിലൊന്നും. അപ്പോൾ ഇതൊരു തുടക്കം മാത്രം. ബാക്കി എല്ലാവരും ഇത് മുന്നോട്ട് കൊണ്ടുപോകും, തമ്പുരാൻ മുന്നോട്ട് കൊണ്ടുപോകും എന്ന പ്രതീക്ഷയിൽ അവസാനിപ്പിക്കുന്നു.